ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. നമ്മുടെ ഷെക്കീന ടെലിവിഷന് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ബ്രദറിന് പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനമനുസരിച്ച് 40 ദിവസത്തെ തുടർച്ചയായ ഒരു ശുശ്രൂഷ ഈ ടെലിവിഷൻ ചാനലിലൂടെ നമ്മൾ നടത്തുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു 1.5 മണിക്കൂർ സമയം കർത്താവിനോട് കൂടെ ആയിരിക്കുവാനും വചനം ശ്രവിക്കുവാനും അത് ഗ്രഹിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമായിട്ടൊക്കെ പരിശ്രമിച്ച് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും നവീകരണം വരുത്തുവാനും അതുപോലെ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയും പരിത്യാഗവും ഒക്കെ വഴിയായിട്ട് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടുവാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്ന ശുശ്രൂഷയിലാണ് നാം പങ്കുപറ്റുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കുക. സ്വർഗത്തിൻ്റെ നിലവിളിക്ക് നാം കൊടുക്കുന്ന ഉത്തരമാണ് നമ്മുടെ ഈ ശുശ്രൂഷ എന്നുണ്ടെങ്കിൽ ആ ശുശ്രൂഷയിൽ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നാം പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്, പരിത്യാഗമാണ്. നാം ഏത് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഏർപ്പെട്ടിരിക്കുമ്പോഴും അതുവഴിയെല്ലാം ദൈവനാമത്തിന് മഹത്വവും ദൈവമക്കൾക്ക് വലിയ വിടുതലുമാണ് ലഭിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ദൈവത്തെ അന്വേഷിച്ച് അറിഞ്ഞ് സ്നേഹിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ നിത്യതയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഇപ്രകാരമുള്ള ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള ശുശ്രൂഷയിൽ 18ാമത്തെ ദിവസത്തിൽ സ്നേഹം തണുത്തുപോയ ആത്മാക്കളെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ഏത് ചിന്തയെയും ദൈവാത്മാവ് നയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല വിചാരങ്ങൾ വരും. ദൈവവിചാരമെന്ന ഏക വിചാരം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ആദ്യമേ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കാം. ഈശോയുടെ കൂടെ നടന്നുപോയ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞ അതല്ലായിരുന്നു. വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഹൃദയം ജ്വലിക്കാതിരുന്നത് ആത്മാവിൻ്റെ ജ്വലനമില്ലാതിരുന്നുകൊണ്ടായിരുന്നു. ആത്മാവിൻ്റെ ജ്വലനമില്ലാതെ എനിക്കോ നിങ്ങൾക്കോ പ്രസംഗിക്കാനോ, പ്രസംഗിക്കുന്നത് ശ്രവിക്കാനോ, ശ്രവിക്കുന്നത് ഗ്രഹിക്കാനോ, ഗ്രഹിക്കുന്നത് ഉൾക്കൊള്ളുന്നത് ജീവിതത്തിൽ പകർത്താനോ സാധിക്കുകയില്ല. ഈ 4 ഘട്ടങ്ങളിലൂടെയും നമ്മെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നാം ഓരോരുത്തരും. പക്ഷേ ആ പരിശുദ്ധാത്മാവിനെ ഉണർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധാത്മാവിനെ ഉണർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കണമേ എന്നും, ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാമ്മയുടെ കരം പിടിച്ചുകൊണ്ട് സ്വർലോകവാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് സകല വിശുദ്ധരോടും ചേർന്ന് നിന്നുകൊണ്ട് സകല പരിശുദ്ധന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ഫലമായിട്ട് ദൈവമേ അങ്ങ് ഞങ്ങളിലൂടെ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയും പരിത്യാഗവും പുണ്യപ്രവൃത്തികളും വഴിയായിട്ട് നഷ്ടപ്പെട്ടു പോയ സ്നേഹം തണുത്തുപോയ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നേടുവാനായിട്ടും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ശ്രവിക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാനായിട്ടും ഗ്രഹിക്കുന്നത് ഉൾക്കൊള്ളാനായിട്ടും ഉൾക്കൊള്ളുന്നത് ജീവിതത്തിൽ പകർത്താനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, മാറ്റം വരുത്തുവാനായിട്ട്, മുന്നോട്ട് പോകുവാനായിട്ട്, ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട്, എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനായിട്ട്, തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാനായിട്ട്, ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തേണ്ട നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനോട് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, ഞങ്ങൾ വസിക്കണമേ, ഞങ്ങൾ നിറയണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈ ശുശ്രൂഷയിലും ജീവിതത്തിൽ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കാം.
ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഈശോയുടെ ആ തിരുനാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വചനങ്ങൾ ശ്രവിക്കുവാനും വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഗ്രഹിക്കുവാനും സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സുകളെ നമുക്ക് ഏകാഗ്രമാക്കാം. ദൈവവിചാരം എന്ന ഏക വിചാരത്തോടെ ജീവിക്കുമ്പോൾ മാത്രമേ, ദൈവവിചാരമെന്ന ഏക വിചാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ കണക്ഷൻ കിട്ടുകയുള്ളൂ. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ. സിഗ്നൽ കുറഞ്ഞിരുന്നാൽ കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് സിഗ്നൽ കുറയാൻ കാരണം? അത് അടുത്തിരിക്കാത്തതുകൊണ്ടാണ്, സിഗ്നലുള്ള സ്ഥലത്തേക്ക് മാറിയിരിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ഈ 1.5 മണിക്കൂർ സമയം നല്ലോണം സിഗ്നലുള്ള നല്ല ആ സമയത്ത് ആ സ്ഥലത്ത് മാത്രമായിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. ടച്ച് ദ വേൾഡ് ത്രൂ പ്രെയർ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു വിളിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു പ്രാർത്ഥനാ നിയോഗമാണിത്. വേറെ ഒന്നുകൊണ്ടും ലോകത്തെ ഇന്ന് സ്പർശിക്കാനാവില്ല. ലോകത്തെ സ്പർശിക്കാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കായി ഈ 40 ദിവസം ഈ ശുശ്രൂഷ സമയം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. 40 ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ വേദഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാവുന്നതാണ്. പഴയ നിയമം മുതൽ ഇങ്ങോട്ട് ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം തന്നെ 40 ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകതകളിലേക്ക് പോകാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും പല പ്രാവശ്യം വ്യാഖ്യാനിച്ച് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക നിയോഗം എന്ന വണ്ണം ഈ 40 ദിവസത്തെ നമുക്ക് കാണാനും, ഈ 40 ദിവസം നമ്മുടെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും കൊച്ചു പരിത്യാഗ പ്രവൃത്തികളും ത്യാഗപ്രവൃത്തികളും വഴിയായിട്ട് നമുക്ക് നമ്മെ തന്നെ വിശദീകരിക്കുവാനും, അതോടൊപ്പം ആ വിശുദ്ധീകരണത്തിലൂടെ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനും, വിശുദ്ധീകരിക്കപ്പെടേണ്ട ആത്മാക്കൾ നേടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് നമ്മൾ മുൻകൈ എടുത്താൽ മതി. നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ തോമസ് പോൾ ബ്രദർ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിച്ചാൽ മതി. മുൻകൈ കർത്താവ് എടുത്തോളും. മുൻകൈ എടുക്കുന്ന കർത്താവിനോട് സഹകരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള കൃപ എന്ന് പറയുന്നുണ്ട്, എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വേദഗ്രന്ഥത്തിൽ. അപ്പോൾ ആ കൃപയോട് സഹകരിക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായിച്ചത്. ഇഫ് യു ഹാവ് ദി ഇൻക്ലിനേഷൻ
ഐ ഹാവ് ദ ആൻസർ. ഇത് തന്നെ കർത്താവ് എപ്പോഴും പറയുന്നത്. നിനക്കൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിനക്കൊരു ഉത്തരമുണ്ട്. നമുക്ക് വേണ്ടത് താല്പര്യം മാത്രമാണ്. ആ താല്പര്യം എടുക്കാനായിട്ടുള്ള തീരുമാനം അത് സ്വതന്ത്രമായ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ കർത്താവ് ഇടപെടില്ല. അതുകൊണ്ട് പ്രാർത്ഥനയാൽ നമുക്ക് ഈ ലോകത്തെ, നമ്മുടെ ലോകം എന്ന് പറയുന്നത് എന്താ? ഈ ലോകം എങ്ങനെയുള്ള ലോകമാണ്? എൻ്റെ കുടുംബം എൻ്റെ ലോകമാണ്, എൻ്റെ ചുറ്റുപാടും എൻ്റെ ലോകമാണ്, എൻ്റെ ബന്ധുക്കൾ എൻ്റെ ലോകമാണ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ എൻ്റെ ലോകമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദേവാലയം എൻ്റെ ലോകമാണ്. ഇങ്ങനെ ഒരു 4-5 സ്ഥലത്ത് വേണമെങ്കിൽ എൻ്റെ ലോകത്തെ എനിക്ക് വേണ്ടി ഒതുക്കി നിർത്താം. അത് മാത്രമായിട്ടും പറയാം. ആ ലോകത്തെയെങ്കിലും എനിക്ക് എൻ്റെ പ്രാർത്ഥനയാൽ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിരിക്കും. കാരണം നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഇപ്രകാരം ഒരു ശുശ്രൂഷയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ശുശ്രൂഷയിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട്. ആ ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കണം. പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാപൂർവം ലോകത്തെ ദർശിക്കാൻ നമുക്ക് കഴിയണം. ലോകത്തോടുള്ള ഒരു മൈത്രി ഒരർത്ഥത്തിൽ ദൈവത്തോടുള്ള ശത്രുത തന്നെയാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ലോകത്തോടുള്ള മൈത്രി വന്നാൽ ദൈവത്തോടുള്ള ശത്രുതയാണ്. പക്ഷെ ദൈവത്തോടുള്ള മൈത്രി വന്നാൽ ലോകത്തോടുള്ള ശത്രുതയാവുന്നില്ല. കാരണം ദൈവത്തോടുള്ള മൈത്രി വഴിയായിട്ട് മാത്രമേ ലോകത്തെ നമുക്ക് പ്രാർത്ഥനാപൂർവം ദർശിക്കുവാനും സ്പർശിക്കുവാനും സാധിക്കുകയുള്ളൂ. ദർശനം കൂടാതെയുള്ള സ്പർശനമോ സ്പർശനം കൂടാതെയുള്ള ദർശനമോ രണ്ടും അതിൽ തന്നെ അപൂർണമാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ലോകത്തെ ദർശിക്കാനും ആ ദർശനത്തിലൂടെ ലോകത്തെ സ്പർശിക്കാനും നമുക്ക് കഴിയണം. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണല്ലോ, സ്നേഹം തണുത്തുപോയ ആത്മാക്കൾ. അവർക്ക് ആർക്കും ലോകത്തെ പ്രാർത്ഥനാപൂർവം ദർശിക്കാനോ പ്രാർത്ഥനാപൂർവം സ്പർശിക്കാനോ സാധിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ സ്നേഹം തണുത്തുപോയി. തണുത്ത് ഉറഞ്ഞുപോയ ഒരു വസ്തു നമ്മൾ നോക്കിക്കോ. ആ തണുത്തുപോയ ഒരു വസ്തുവിന് പ്രത്യേകിച്ച് ഒരു ഫലവും തരാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായെന്ന് വരില്ല. നമ്മൾ പറയൂ തണുത്തിരിക്കുന്നു. ഭക്ഷണം പോലും തണുത്താൽ നമുക്ക് കഴിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്, നമ്മൾ കഴിക്കില്ല. തണുത്തുപോയി. നമ്മുടെ ആത്മാക്കൾ ഈ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ രാഹിത്യം മൂലം ആത്മാക്കൾ തണുത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നു, ഈ തണുത്തുപോയ ആത്മാക്കളെ നേടുക. എന്ത് പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മ കർമ്മല മാതാവിൻ്റെ തിരുനാളാണല്ലോ നാം ആഘോഷിക്കുന്നത്. കർമ്മല മാതാവിൻ്റെ തിരുനാളിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങളും ഇത് മാത്രമേ ഉള്ളൂ. ഒന്ന്, നമുക്ക് ജപമാലയെക്കുറിച്ചുള്ള ചിന്ത. രണ്ടാമത്തേത് നമ്മുടെ വെന്തിങ്ങ എന്ന് പറയുന്ന സ്കാപ്പുലർ, അതിനെക്കുറിച്ചുള്ള ചിന്ത. മൂന്നാമത്തേത് അവനവൻ്റെ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുക. നാം ഓരോരുത്തരും നമ്മുടെ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുന്നത് മാത്രം വഴിയായി തന്നെ ഒരുപക്ഷെ എൻ്റെ കുടുംബമാകുന്ന ലോകത്തെ എനിക്ക് സ്പർശിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തെ എനിക്ക് നേരെയാക്കാൻ സാധിക്കാത്തത്? ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഇത്രമാത്രം പ്രാർത്ഥനയും പരിത്യാഗവും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാകുന്നില്ല? എൻ്റെ കുടുംബത്തിൽ സ്നേഹം ആർക്കുമില്ല, തമ്മിൽ ആർക്കും ഒരു സ്നേഹമില്ല, എല്ലാം ഒരു മരവിച്ച അവസ്ഥയാണ്. ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാം ഒരു മരവിച്ച അവസ്ഥ. എന്തുകൊണ്ടാണ് മരവിച്ച് പോയത്? തണുത്തുപോയി. സ്നേഹം തണുത്തുപോയി. സ്നേഹം തണുത്ത് ഉറഞ്ഞു പോയി. അതുകൊണ്ടാണ് സ്നേഹബന്ധങ്ങളിൽ പുതിയ ഭാഷകൾ വന്നു. സ്നേഹത്തിൻ്റെ പുതിയ ഭാഷകൾ വന്നു. സ്നേഹത്തിൻ്റെ പുതിയ ഭാഷകൾ വന്നു കഴിഞ്ഞപ്പോഴും ഹൃദയം കഠിനമായിപ്പോയി. ഹൃദയം കഠിനമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത നമുക്ക് ദർശിക്കാൻ സാധിക്കാതെ വന്നത്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നു. ഹൃദയം കഠിനമായതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ ആ നൈസർഗിക ഭാവമായിട്ടുള്ള സ്നേഹം പുറത്തു വരാത്തത്. കാരണം ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്.
ദൈവം സ്നേഹമാകുന്നു എന്നല്ല നമ്മെ പഠിപ്പിച്ചത്. ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് നമ്മളെ പ്രബോധനത്താൽ പഠിപ്പിച്ചതാണോ? അല്ലല്ലോ. ദൈവം സ്നേഹമാവുന്നു എന്നുള്ളത് സ്നേഹം ജീവിച്ച് കാണിച്ചു തന്നതാണ്. എങ്ങനെയാണ് സ്നേഹം ജീവിച്ച് കാണിച്ചു തന്നെ? തൻ്റെ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നഷ്ടപ്പെട്ടു പോയ എന്നെ ആ പുത്രൻ്റെ ജീവൻ വിലയായി കൊടുത്ത് വീണ്ടെടുത്തതുകൊണ്ടാണ്. ദൈവസ്നേഹം അതുതന്നെയാണല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവത്തോട് നാം മറുതലിച്ചു എന്നുണ്ടെങ്കിലും, നാം ദൈവത്തെ വിട്ട് അകന്നു പോയി എന്നുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തെ നിർബന്ധിക്കുകയാണ് വിട്ടുപോയ എൻ്റെ പിന്നാലെ വരുവാനായിട്ട്. ഞാൻ ഓടിപ്പോയാൽ എൻ്റെ പിന്നാലെ വരുന്നൊരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നോട് ആവശ്യപ്പെടുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൈവഴി ആവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ സ്നേഹം തണുത്തുറഞ്ഞു പോയ ആത്മാക്കൾ ആ കണ്ടിട്ട് സ്വർഗം വേദനിക്കുക. സ്വർഗം വേദനിക്കാൻ കാരണം എന്താ? സ്വർഗത്തിൽ ഇപ്രകാരം ഈ വേദന ഉളവാക്കാൻ തക്കവണ്ണം ഇപ്രകാരം ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഈ തണുത്തുപോയ ആത്മാക്കളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്തവണ്ണം നാം നമ്മുടെ കാര്യം നോക്കി നമ്മുടെ ആത്മാക്കൾക്ക് രക്ഷ എന്നുള്ളത് മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചു പോവുക. ഈശോ നമ്മോട് പറയുന്നു, മക്കളെ, നിൻ്റെ സ്വന്തം ആത്മാവിൻ്റെ കാര്യം മാത്രമല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കായനോട് ദൈവം പറഞ്ഞത് എന്തായിരുന്നു? ദൈവം പറഞ്ഞത് നിൻ്റെ സഹോദരൻ്റെ കാവലും കരുതലും നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ആത്മാവ് സ്നേഹം തണുത്തുപോയി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനായിരിക്കും. എൻ്റെ കൺമുമ്പിൽ വരുന്ന ഒരാത്മാവ്, ആ ആത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് അനുഭവിക്കാതെ, ദൈവത്തിൻ്റെ സ്നേഹം പരസ്നേഹമായിട്ട് ജീവിതത്തിലൂടെ പകർത്താൻ കഴിയാതെ തണുത്ത് നശിച്ചു പോവുകയാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഉത്തരവാദി ഞാനാണ്. കാരണം ദൈവസ്നേഹത്തിൻ്റെ ചൂട് എനിക്ക് പകർന്നു തന്നത്, ആ ചുടു രക്തം വിലയായി കൊടുത്ത് എന്നെ വാങ്ങിയെടുത്തത് ഇപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണ്. ദൈവസ്നേഹവും പരസ്നേഹവും, ഈ രണ്ട് വാക്കുകളിൽ ഒരുപക്ഷെ ഈശോയുടെ ജീവിതം മുഴുവൻ നമുക്ക് ഒരുക്കാം, നമുക്ക് ഒതുക്കി തീർക്കാം. കാരണം ദൈവത്തിൻ്റെ സ്നേഹം പരസ്നേഹമായിട്ട് ഈ ലോകത്തിലേക്ക് ഒഴുക്കാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സ്നേഹം തണുത്തു ഉറഞ്ഞു പോയത് കൊണ്ടാണ് ഇന്ന് ഈ ലോകത്ത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മുടെ തന്നെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ടിട്ടുള്ള അനേകം സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഇപ്രകാരം സ്നേഹം തണുത്തു ഉറഞ്ഞു പോയതുകൊണ്ട് എത്രയോ വീടുകളിൽ തങ്ങളുടെ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിയാതെ, സ്നേഹം പങ്കുവെക്കാൻ കഴിയാതെ, പരസ്പരം അവരെ ഏൽപ്പിച്ച സ്നേഹത്തിൻ്റെ ആ ഒരു ധന്യത മനസ്സിലാക്കാൻ കഴിയാതെ തണുത്ത് ഉറഞ്ഞ് രണ്ട് തുരുത്തുകളിലായിട്ട് ജീവിക്കുന്നു. ഇത് കണ്ടിട്ട് എങ്ങനെ അവരുടെ മക്കൾക്ക് സ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കും? ദൈവം അവരെ ദാമ്പത്യത്തിൽ ഒന്നിപ്പിച്ചത് സ്നേഹത്തിൽ വേരുപാകാനും സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒന്നായി ജീവിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അതിൽ ദൈവസ്നേഹം ഇല്ല. ദൈവസ്നേഹം കൊണ്ട് നിറയാതെ അവർക്ക് ദാമ്പത്യ സ്നേഹത്തിൽ നിലനിൽക്കാനാവില്ല. ഒന്നിപ്പിച്ചവൻ കൂടെയില്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആ കുറവ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പോലും അപസ്വരങ്ങൾ ഉണ്ടാവുന്നതെന്നും അകൽച്ചകൾ ഉണ്ടാവുന്നതെന്നും തളർച്ച ഉണ്ടാവുന്നത് നമ്മൾ തിരിച്ചറിയണം. ഒരു ദാമ്പത്യവും ഞാൻ കണ്ടിട്ടുണ്ട് തളരാതെ തകർന്നിട്ടില്ല. ഒറ്റയടിക്കല്ല തകരുന്നത്, അത് തളർന്നിട്ടാണ് തകരുന്നത്. എവിടെയാണ് തളർച്ച സംഭവിക്കുന്നത്? ഈ ഒന്നിപ്പിച്ചവനിൽ നിന്നുള്ള ഒരു അകലം കൊണ്ടാണ്. ഒന്നിപ്പിച്ചവനിൽ നിന്നുള്ള അകന്നവൻ പോകും തോറും പരസ്പരമുള്ള അകലവും കൂടിയിരിക്കും. പരസ്പരമുള്ള ആ അകലം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിപ്പിച്ചവനോട് ചേർന്ന് നിന്നാൽ സാധിക്കുകയുള്ളൂ. ചേർന്ന് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ദൈവസ്നേഹം കൊണ്ട് നിറയാതെ. കാരണം ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത സ്വയം ദാനം ചെയ്യുന്ന ഒരു സ്നേഹമാണ്. സ്വയം ദാനം ചെയ്യുക എന്നുള്ളതാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ വിശ്വസ്തതയുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ. ആ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക്, നമ്മുടെ അയൽക്കാർക്ക്, നമ്മുടെ ബന്ധുജനങ്ങൾക്ക്, നമ്മൾ പരസ്പരം യോജിപ്പിച്ചവർക്കൊക്കെ ഇപ്രകാരം ഒരു സ്വയം ദാനം ചെയ്യുന്ന ഒരു ദാമ്പത്യത്തിൻ്റെ വിശുദ്ധിയും സ്നേഹവും ഐക്യവും കാണിക്കണ്ടേ? അതല്ലേ സാക്ഷ്യമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിലൊരു കത്തോലിക്ക ദമ്പതികളുടെ ആ സാക്ഷ്യമെന്ന് പറയുന്നത് ഇപ്രകാരം ഇന്നു മുതൽ മരണം വരെ സ്നേഹത്തിൽ ഒന്നായി ജീവിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ അർത്ഥം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ പഠിപ്പിക്കുന്നു.
സ്നേഹം എന്ന് പറയുന്നത് അപരൻ്റെ നന്മ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. വളരെ വ്യക്തവും ശക്തവുമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം എന്നുള്ളത് പല വാക്കുകളിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്തയിലുള്ള അർത്ഥമെന്ന് പറയുന്നത് അപരൻ്റെ നന്മ ആഗ്രഹിക്കുക. അപരൻ്റെ നന്മ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ ആഗ്രഹിക്കുന്നവരിൽ ഏറ്റെടുക്കുന്ന ത്യാഗമാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ അളവുകോൽ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചു, ആ പുത്രൻ്റെ ജീവൻ വിലയായി കൊടുക്കുകയും ചെയ്തു. നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാം എന്ത് വില കൊടുക്കുന്നു? ഇതൊരു വലിയ ചോദ്യമാണ്. നാം എന്ത് വില കൊടുക്കുന്നു? എൻ്റെ ജീവിത പങ്കാളി വഴിതെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവിത പങ്കാളിയെ സ്നേഹത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് വില കൊടുക്കുന്നു? എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നേടിയെടുക്കാൻ ഞാൻ എന്ത് വില കൊടുക്കുന്നു? എൻ്റെ ബന്ധുജനങ്ങൾ വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ നേടിയെടുക്കാൻ ഞാൻ എന്ത് വില കൊടുക്കുന്നു? ഞങ്ങളുടെ കുടുംബത്തിൽ അനൈക്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഐക്യം മാറ്റാൻ ഞാൻ എന്ത് സ്നേഹത്തിൻ്റെ വില കൊടുക്കുന്നു? ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ രൂപതയിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ സംഘടനകളിൽ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ ഒക്കെ ഇപ്രകാരം ഭിന്നതകളും വിടവുകളും വ്യവഹാരങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ സ്നേഹരാഹിത്യം ആണ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. മദർ തെരേസ നമ്മോട് പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സ്നേഹരാഹിത്യമാണ്. ഏറ്റവും വലിയ ദാരിദ്ര്യം. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോവർട്ടി? ഏറ്റവും വലിയ പോവർട്ടി സ്നേഹരാഹിത്യമാണ്. സ്നേഹമില്ലാത്തത് കൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവുന്നില്ല. സ്നേഹമില്ലാത്തടത്ത് ഒരിക്കലും ബന്ധങ്ങൾ ഊഷ്മളമാവില്ല. ദാമ്പത്യ ബന്ധം എടുത്താലും, മക്കൾ തമ്മിലുള്ള ബന്ധം എടുത്താലും, മക്കളും മാതാപിതാക്കളോടുള്ള ബന്ധം എടുത്താലും, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെടുത്താലും, സംഘടനയിലുള്ള അംഗങ്ങളെടുത്താലും, സഭയിലുള്ള ജീവിതം എടുത്താലും, അവിടെ ഒന്നും സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മളമാവില്ല. ദൈവം സൃഷ്ടിച്ചത് ബന്ധങ്ങളെയാണ്. ദൈവം നൽകിയതും ബന്ധങ്ങളെയാണ്. ഈ ബന്ധങ്ങളിലൂടെ സ്നേഹത്തിൽ ആഴപ്പെടുവാനും അങ്ങനെ ആഴപ്പെടുന്നത് വഴിയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. അതുകൊണ്ടാണല്ലോ ആദിമസഭയിൽ പോലും അവർ മാർഗേ വസിച്ചിരുന്നവരെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരുന്നു? അവർ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുമായിരുന്നു. എന്നിട്ട് പ്രാർത്ഥന, പ്രബോധനം, അപ്പം മുറിക്കൽ, കൂട്ടായ്മയിൽ പങ്കുചേരുമായിരുന്നു. ഈ ഒരുമിച്ച് കൂടലും ഒന്നിച്ചുള്ള വരവും എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം മാത്രമാണ്. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു സംഭവം മാത്രം ഞാൻ വിവരിക്കട്ടെ. അനേക സംഭവങ്ങളിൽ ഒന്ന് ഒരു ദമ്പതികളുടെ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. അവർ വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷം കഴിഞ്ഞു. മക്കളുമുണ്ട്, പ്രായപൂർത്തിയാവുന്ന മക്കളും ഉണ്ട് അവർക്ക്. പക്ഷേ അവർക്ക് പരസ്പരം സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ വളരെ സ്നേഹത്തിൽ വായിക്കും. എവിടെ പോയാലും ഒരുമിച്ച് പോകുന്നു, എല്ലാം ശരിയാണ്. ഒരു കാറിൽ യാത്ര ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷേ കുടുംബത്തിൽ 2 മുറിയിലായിട്ട് ജീവിക്കുന്നു. കുടുംബത്തിൽ വന്നാൽ സംസാരമില്ല. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവരും വലിയ സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചു. ഒരു കാപട്യത്തിൻ്റെ ഒരു ജീവിതമാണ്, ഒരു അഭിനയമാണ്. അപ്പോൾ എന്നോട് ആ സഹോദരനും സഹോദരിയും പറഞ്ഞു, സാറേ ഞങ്ങൾ ഈ ലോകത്ത് അഭിനയിച്ച് ജീവിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അഭിനയിച്ച് ജീവിക്കുന്നത്? എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ആ സഹോദരി പറഞ്ഞു, എന്നെ മനസ്സിലാക്കുന്നില്ല. എന്നെ മനസ്സിലാക്കാത്ത ഒരാളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? വലിയൊരു ചോദ്യമായിരുന്നു. എന്നെ മനസ്സിലാക്കാത്ത ഒരാളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? എന്താ മനസ്സിൽ ആക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? മനസ്സിൽ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഹൃദയത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. മറഞ്ഞിരുന്നാലും നിറഞ്ഞിരിക്കണം. മറഞ്ഞിരുന്നാലും നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് നമുക്കുണ്ടാവേണ്ടത്. പക്ഷേ മറഞ്ഞിരിക്കുമ്പോൾ നിറഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ മറ്റ് ജീവിത പങ്കാളിക്കുണ്ടായിരുന്നു. അപ്പോൾ ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ആ ജീവിത പങ്കാളിയോട് ആ ജീവിത പങ്കാളിയെ മനസ്സിലാക്കുവാനും ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും പറ്റാത്ത വിധം സ്നേഹം തണുത്ത് ഉറഞ്ഞുപോയി. ഞാൻ ചോദിച്ചു, എവിടെയായി ട്രെയിൻ പാളം തെറ്റിയത്? ട്രെയിൻ പാളം തെറ്റിയതിടത്തേക്ക് അവരെ കൊണ്ടുപോയി അവരെ യഥാർത്ഥത്തിൽ ദൈവം എന്തിനാണ് നിങ്ങളെ യോജിപ്പിച്ചതെന്നും നിങ്ങളിലൂടെ ദൈവം എന്താഗ്രഹിക്കുന്നു എന്നും തിരിച്ചറിയുവാനും ഈ ലോകത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവരല്ല എന്നും നിത്യതയിലേക്ക് നിങ്ങളെയും
നിങ്ങളെ ഏൽപ്പിച്ചു തന്ന മക്കളെയും കൊണ്ടുപോകേണ്ടവരാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ നിക്ഷിപ്തമാണ് എന്നും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിൽ ആക്കാൻ സാധിച്ചു, പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചു. ആ സ്നേഹത്തിൻ്റെ തണുത്തുപോയ സ്നേഹം ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചറിഞ്ഞു എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതെന്ന്. അവർ തീരുമാനമെടുത്തു, തിരിച്ചു നടന്നു, അവരുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറന്നു. അത് ക്ഷമിക്കലിൻ്റെ ആയിരുന്നു, മറക്കലിൻ്റെ ആയിരുന്നു, പൊറുക്കലിൻ്റെതായിരുന്നു. ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും തയ്യാറായി കഴിഞ്ഞപ്പോൾ ആ കുടുംബജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്തും പറയുമായിരുന്നു, കൃത്യമായിട്ട് ഇവരെല്ലാ ദിവസവും പള്ളിയിൽ പോകും, കൃത്യമായിട്ട് പ്രാർത്ഥനകളൊക്കെ ചെല്ലും, പക്ഷേ അവർ തമ്മിൽ വലിയ സ്നേഹമൊന്നുമില്ല. അതൊക്കെ മാറി, ആ കുടുംബം സ്വർഗത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറി. കാരണം തണുത്തുപോയ സ്നേഹം അവരെ ഒന്ന് ചൂടാക്കി എടുക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിയുവാനായിട്ട് അവർക്കൊരു അവസരം കിട്ടി എന്നുള്ളതുകൊണ്ട് മാത്രം. ദൈവം തൊടാതെ അത് സാധിക്കില്ല. ദൈവത്തിൻ്റെ സ്പർശനമേക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തിരിക്കണം, വേറെ ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സ്പർശനമോ ദർശനമോ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കണ്ടേ? ദൈവത്തോട് ചേർന്നിരിക്കുക, അവിടുന്ന് നമ്മോടും ചേർന്നിരിക്കും. യാക്കോബ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെയും 8-ാമത്തെയും വചനങ്ങൾ പഠിപ്പിക്കുന്നു. പിശാചിനെ ചേർത്ത് നിൽക്കണം, ഓടിപ്പോക്കുള്ളൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ചേർന്ന് നിന്നോളും. എന്തൊരു സുന്ദരമായ ഒരു വചനമാത്. പിശാചിനെ അല്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്തുന്ന, നമ്മുടെ സ്നേഹം നഷ്ടപ്പെടുത്തുന്ന ആ തിന്മകളെ ചെറുത്ത് നിന്നാൽ മതി, അത് ഓടിപ്പോക്കോളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവവും ചേർന്ന് നിൽക്കും. കർത്താവ് എന്താ നമ്മോട് പറഞ്ഞേ? ആര് എന്നിലും നിങ്ങൾ എന്നിൽ വസിക്കുക. ആദ്യം പറഞ്ഞാൽ അതെ, നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിട്ട് പറഞ്ഞു, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. വേറെ ആർക്കും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നിലൂടെ എനിക്കൊരു നന്മ ചെയ്യാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്. പൗലോസ്ലിയ വിലപിച്ച മാതിരി ഇതായിരുന്നു. ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ്ലിയ നമുക്ക് മുന്നറിയിപ്പ് തന്നത്. എന്തുകൊണ്ടത് സംഭവിക്കുന്നത് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥനയുടെ സ്പർശനം നമുക്കില്ലാത്തതുകൊണ്ടാണ്. പ്രാർത്ഥനയാൽ ലോകത്തെ നമുക്ക് സ്പർശിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാപൂർവ്വം ലോകത്തെ ദർശിക്കാൻ സാധിക്കണം. ലുക്ക് അറ്റ് ദ വേൾഡ് ഇൻ പ്രയർ, പ്രയർഫുള്ളി ലുക്കിംഗ് അറ്റ് ദ വേൾഡ്. ലോകത്തെ പ്രാർത്ഥനാപൂർവ്വം ദർശിക്കാൻ സാധിക്കണം. പ്രാർത്ഥനാപൂർവ്വം ദർശിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തെ ആ നേർവഴിയിലൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ബെന്നി പുന്നത്ര എപ്പോഴും നമ്മൾ പറയാറില്ലേ, കാണാൻ നോക്കരുത് എന്നുള്ളത്. ലോകത്തെ കാണാനും ലോകത്തെ നോക്കാനും രണ്ടും ഈ കണ്ണുകൾക്ക് തന്നെ കഴിയുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ കാണുന്നത് സ്നേഹത്തോടു കൂടിയും നോക്കുന്നത് ആസക്തിയോടു കൂടിയാണ്. ആ നോക്കുന്നത് ആസക്തിയോട് കൂടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ സ്നേഹമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർക്ക് ഇന്ന് നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ നാട്ടിൻപുറത്ത് എവിടെയാണെങ്കിലും, ടൗണിൽ എവിടെയാണെങ്കിലും ഒറ്റയ്ക്കൊന്നും ഈ സമയത്തൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവർ ഈ സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമാണ്. അവരെ ഇരകളെ പോലെയാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇരകളെ പോലെ നോക്കാൻ കാരണം? അവരെ ആരും സ്നേഹിക്കുന്നില്ല. അവരെ ഇരകളായിട്ട് കാണുന്നു, പക്ഷെ സ്നേഹമില്ല. സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അന്തസ്സിനെയും അവരുടെ ആ വ്യക്തിത്വത്തെയും അവരെ നമ്മെപ്പോലെയുള്ള തുല്യതയുള്ളവരാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു. ആ വ്യക്തിത്വം, ദൈവം നമ്മെ ഓരോരുത്തരെയും സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെന്നുണ്ടെങ്കിൽ ആ ഛായയും സാദൃശ്യവും ഉള്ളവർ തന്നെയാണ് സ്ത്രീകളും. എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്ന പോലെ തന്നെ അതൊരു സഹോദരി തന്നെയാണ്. ആ സഹോദരിക്ക് കൊടുക്കേണ്ട തുല്യതയും അന്തസ്സും നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ വലിയ മാറ്റം വരും. അപ്പം പിന്നെ ഒരിക്കലും നമ്മുടെ നോട്ടം പാടില്ല. കാഴ്ച ഉണ്ടാകും, പക്ഷെ നോട്ടം ഉണ്ടാവില്ല. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തെ വിശുദ്ധിയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടം പാളും. അതുകൊണ്ടാണ് പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ലോകത്തെ കാണാൻ സാധിക്കണം. പ്രാർത്ഥനാപൂർവ്വം ലോകത്തെ കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പ്രാർത്ഥനയിൽ ആയിരിക്കണം. ജീവിതത്തിൽ വല്ലപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. കൃത്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷേ
പ്രാർത്ഥനയുടെ ജീവിതം നയിക്കുന്നില്ല. ഇവിടെയാണ് നമുക്ക് പാളിപ്പോകുന്നത്. പ്രാർത്ഥനയുടെ ജീവിതം നയിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മളിലൂടെ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പൗലോസ് നമ്മളോട് പറഞ്ഞില്ല, ഗലാത്യർക്ക് ലേഖനത്തിൽ 9 ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ ഫലം എന്താ? സ്നേഹം തന്നെയാണ്. സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പണ്ടാണെങ്കിൽ ചെറിയ വേദോപദേശത്തിൽ 3 കൂടെ പഠിപ്പിക്കുകയായിരുന്നു. അടക്കം, സഹനം, ശുദ്ധത. അങ്ങനെ 12 ഫലങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. പക്ഷെ ലേഖന ഭാഗത്ത് പൗലോസ് നമ്മോട് പറയുന്നത് ഈ 9 ഫലങ്ങളെക്കുറിച്ച്. ഈ 9 ഫലങ്ങളിൽ ആദ്യത്തെ ഫലം ഏതാ? സ്നേഹം തന്നെയാണ്. ഈ സ്നേഹത്തിൻ്റെ രാഹിത്യം ഈ ലോകത്ത് ഒട്ടേറെ തിന്മകൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 40-ലധികം വർഷം ഈ കോടതിയുമായി ബന്ധപ്പെട്ട ജീവിതമായിരുന്നല്ലോ. 42 വർഷത്തോളമായി. ആ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് സ്നേഹരാഹിത്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ കണ്ടിട്ടുള്ള പകുതിയിലധികവും വ്യവഹാരങ്ങളും. കുടുംബത്തിലെ സ്നേഹരാഹിത്യം, സഭയിലെ സ്നേഹരാഹിത്യം, ഇടവകയിലെ സ്നേഹരാഹിത്യം, സംഘടനകളിലെ സ്നേഹരാഹിത്യം, ബന്ധുക്കളിലെ സ്നേഹരാഹിത്യം. എന്തിനു പറയുന്നു? സ്നേഹം തണുത്ത് ഉറഞ്ഞുപോയി. ഒരു പിതാവിൻ്റെയും മക്കളുടെയും കഥ പറയാം. ഒരു പിതാവിന് 3 മക്കളായിരുന്നു. ഒരു മകന് സ്വത്ത് കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് 2 മക്കൾ അകന്നുപോയി. അകന്നുപോയെന്ന് മാത്രമല്ല, ഈ പിതാവിനെതിരെ വ്യവഹാരമായിട്ട് നടക്കുകയാണ്. ആ കേസാണ് ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി വന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഈ ലോകത്തിലെ സ്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്? എന്തിന് ധനവും ശ്രേയസ്സും നേടാൻ മാനവൻ അലയുന്നു? കടശിയിൽ ഉൾക്കട മരണത്തിൻ കരയിലടിച്ചവ തകരില്ല. ഒരു നാൾ ഞാനും നിങ്ങളൊക്കെ മരിക്കും. ഈ കിട്ടുന്ന സ്വത്തൊന്നും നമ്മൾ അങ്ങോട്ട് ഒന്നും കൊണ്ടാണില്ല. നമ്മൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ പഠിപ്പിക്കുന്ന ഉപവിയാണ്. ഉപവിയോടെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർന്നു. നമ്മുടെ വിധി തന്നെ നമ്മൾ നിർണ്ണയിക്കുകയാണ്. നമ്മുടെ നിത്യത നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ ഞാൻ ആ പിതാവിനോട് പറഞ്ഞു, മക്കൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ അവരോട് വഴക്കം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അവരെ ഇറങ്ങിപ്പോയവർ ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരെ ഇറങ്ങിപ്പോയവർ ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞാണോ നമ്മുടെ അപ്പൻ നമ്മെ പഠിപ്പിച്ചത്? ആ പുത്രൻ്റെ ആ ഒരു ഉപമ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. പുത്രൻ്റെ ഉപമയിൽ പുത്രൻ തിരിച്ചു വരുന്നത് നോക്കി വഴിക്കണ്ണുമായി നോക്കിയിരുന്നാണ്. വഴിയിലേക്ക് കണ്ണും തൊട്ട് നോക്കിയിരിക്കുക. ഇറങ്ങിപ്പോയ മകനെക്കുറിച്ച്, ദൂർത്തടിച്ച മകനെക്കുറിച്ചുള്ള വേദന കൊണ്ടാണത്. പിതാവിന് ആ പിതൃവാത്സല്യം, ഈ വാക്കാണ് ഇന്ന് എല്ലാ പിതാക്കന്മാരും മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എൻ്റെ എളിയ പക്ഷം. പിതൃവാത്സല്യം, പിതാവിനുള്ളൊരു വാത്സല്യമുണ്ട്, പിതാവിനുള്ള ആ ഒരു കരുതൽ. ഞാൻ പറഞ്ഞു, ഒന്ന് ചെന്നിട്ട് ബാ മക്കളെ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താം, നമുക്ക് ഒന്നിച്ച് നിൽക്കണം, നമ്മുടെ കുടുംബമല്ലേ, ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞ് ഞാൻ ഈ മക്കളെയും, ഞാൻ ചുരുക്കി പറയട്ടെ, മക്കളെയും ഈ പിതാവിനെയും പറഞ്ഞ് മനസ്സിലാക്കി. ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ കൂടുമ്പോൾ മാത്രമേ ഇമ്പമുണ്ടാവുകയുള്ളൂ, കൂടുമ്പോൾ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ദൈവാനുഗ്രഹം ഈ കുടുംബത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണം, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കുടുംബത്തിൽ ലഭിക്കാതിരിക്കാൻ കാരണം നമ്മുടെ അനൈക്യമാണ്, സ്നേഹം തണുത്തു പോയതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ പിതാവ് ചെയ്തത് എന്താണെന്നറിയോ? ബാ മക്കളെ, ബാ നമുക്കൊരുമിച്ച് നിൽക്കാം, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്നോട് ക്ഷമിക്കുക, നമുക്ക് തിരുത്താൻ പരിശ്രമിക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സമീപനം നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മുടെ ഈ സമൂഹമൊക്കെ എടുത്തിരുന്നെങ്കിൽ, അധികാരസ്ഥാനത്തിരിക്കുന്നവരും അധികാരം കൈകാളുന്നവരുമായിട്ടുള്ള എല്ലാവരും ഇപ്രകാരം തങ്ങളുടെ അധികാരത്തിന് കീഴ്പ്പെട്ടവരോട് ഇപ്രകാരം ഒരു പൈതൃക വാത്സല്യത്തോടുകൂടി നമുക്ക് പ്രബോധനം നടത്താൻ എളുപ്പമല്ല. പൈതൃക വാത്സല്യത്തോടു കൂടി ഒരു സമീപനം നടത്തുകയും ആ സമീപനത്തിലൂടെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താമെന്നും നമുക്ക് ഒരുമിച്ച് ഒന്നായി അനുരഞ്ജനപ്പെട്ടു പോകാം എന്ന് ഒരു സാക്ഷ്യം, ഒരു മാതൃക, ഒരു വെല്ലുവിളി അത് സ്വീകരിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്താൽ ഈ ലോകത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ തീരും. പകുതിയിലധികം വ്യവഹാരങ്ങൾ തീരും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, നമ്മളിപ്രകാരം സ്നേഹവും ഐക്യവും അനുരഞ്ജനവും പ്രസംഗിക്കുന്ന നമ്മൾ തന്നെ എന്തുമാത്രം കേസുകൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ പ്രസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ട്, സഭകളിലും ഒക്കെ ആയിട്ട് എന്തുമാത്രം വ്യവഹാരങ്ങളാണ് കോടതിയിലുള്ളത്. അവിടെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഏറ്റവും വലിയ എതിർസാക്ഷ്യമാണ് നമ്മൾ തമ്മിലുള്ള വ്യവഹാരങ്ങളുമായിട്ട് ഈ നീതിന്യായ കോടതിയെ സമീപിക്കുക എന്ന് പറയുന്നത്. കാരണം എന്താ? മറക്കാനും പൊറുക്കാനും അനുരഞ്ജനപ്പെടാനും ക്ഷമിക്കാനും
ഐക്യപ്പെടാനും ഒക്കെയായിട്ട് നിരന്തരമായി ആഹ്വാനം ചെയ്യും. അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവിൻ്റെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ക്ഷമിക്കാനോ മറക്കാനോ പൊറുക്കാനോ അനുരഞ്ജനപ്പെടാനോ കഴിയുന്നില്ല. നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ആദ്യം ആരംഭിക്കാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അതാദ്യമേ തിരുത്താം. സ്നേഹം തണുത്തുറഞ്ഞുപോയി. എനിക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു പ്രത്യേക വാർഡിൽ ഒരു സുശീലാമ്മയുടെ കഥ കൂടെ ഞാനത് പറയാതിരിക്കുന്നത് ഒരു പക്ഷേ കർത്താവ് ക്ഷമിക്കില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് 7 മക്കളാണ്. 7 മക്കളെയും ഈ അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് വിദേശത്തേക്കൊക്കെ പറഞ്ഞയച്ചു. അവരെല്ലാവരും വിദേശത്ത് ജോലി ചെയ്യുക. ഈ അമ്മ ഒറ്റയ്ക്കായി. അവസാനം ഒരു നമ്മുടെ വൃദ്ധഭവനത്തിൽ, കോർപ്പറേഷൻ നോക്കുന്ന വൃദ്ധഭവനത്തിലാണ് അവർക്ക് പ്രവേശനം കിട്ടിയത്. അവസാനം ഈ അമ്മ മരിക്കാറായപ്പോൾ അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറാണ്, ഇത് നടന്ന സംഭവമാണ്, വിളിച്ചു പറഞ്ഞ മക്കളോട് ഓരോരുത്തരോടായിട്ട്. അവർ പറഞ്ഞു, ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, തിരക്കാണ്, നിങ്ങൾ ഒന്ന് പരിഹരിച്ചാൽ മതി, കാശ് എന്താണെന്ന് വെച്ചാൽ തന്നോളാം എന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ അമ്മ മരിച്ചു. അമ്മ മരിച്ചപ്പോൾ ഇദ്ദേഹം ഓരോരുത്തരെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ത്യകർമ്മങ്ങളെങ്കിലും ചെയ്യാൻ നിങ്ങളെന്ന് വരണമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞ മറുപടി കേട്ടാൽ എന്തുമാത്രം സ്നേഹം തണുത്ത് ഈ ലോകത്ത് ഉറഞ്ഞു പോയി എന്നുള്ളത് മനസ്സിലാവും. എന്തായാലും അമ്മ മരിച്ചു, ഇനി വന്നിട്ട് ആര് കാണാനാ? ഓരോരുത്തർ പറഞ്ഞ് ഓരോരോ ഒഴിവൊഴിവായിരുന്നു. ചിലർ നോക്കിയിട്ട് ടിക്കറ്റിൻ്റെ വില കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. എന്തുമാവട്ടെ, അവർ പറഞ്ഞൊരു മറുപടി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഈ ജീവിതം മുഴുവൻ വ്യയം ചെയ്ത ഒരമ്മയെ ഒരു അന്ത്യദർശനം കൊടുക്കുവാനായിട്ട്, അമ്മയൊന്ന് അവസാനമായി ഒരു നോക്ക് കാണുവാനായിട്ട്, അമ്മയുടെ ആത്മശാന്തിക്കായിട്ട് ഒരു കർമ്മം ചെയ്യുവാനായിട്ട് പോലും മക്കൾക്ക് വരാൻ സാധിക്കാത്തവണ്ണം സ്നേഹം അറ്റുപോയി. ഈ അറ്റുപോയ സ്നേഹത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ 40 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥന പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലും പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്താലും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ മനസാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ടും ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട്, മനസാക്ഷിയെ നിർമ്മലമാക്കുകയും ഹൃദയത്തെ വെടിപ്പാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ് കണ്ടെത്താൻ സാധിക്കും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് നമ്മൾ പാടുന്നുണ്ടല്ലോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് പാടുന്നതിൻ്റെ അർത്ഥം, ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നിലൂടെ പരിഭാഷപ്പെടുത്തി ഞാൻ എൻ്റെ കുടുംബത്തിലും, എൻ്റെ കുടുംബ ബന്ധങ്ങളിലും, എൻ്റെ സഹപ്രവർത്തകരിലും, എൻ്റെ സഭയിലും, എൻ്റെ സമൂഹത്തിലും ഞാൻ ഇപ്രകാരം എന്നെ വ്യയം ചെയ്ത് അവരുടെ നന്മയെ കണക്കാക്കിക്കൊണ്ട് ഞാൻ കുറയുവാനും എന്നിലൂടെ ആ ദൈവം യേശു ക്രിസ്തു ഈശോ വളരുവാനും തക്കവണ്ണം ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ചെറുതാവാൻ, ഒന്ന് താന്നു കൊടുക്കാൻ, ഒന്ന് ചൂടാക്കിയെടുക്കാൻ, ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് മറക്കാൻ, ഒന്ന് അനുരഞ്ജനപ്പെടാൻ തയ്യാറായാൽ സ്നേഹത്തിന് വലിയ വിലയുണ്ടെന്ന് മനസ്സിലാകും. അതിൻ്റെ മൂല്യം മുഴുവൻ മനസ്സിലാവും. പൗലോസ്ലിയ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് അത് തന്നെയല്ലേ. 13-ാമത്തെ അധ്യായത്തിൽ 4 മുതൽ 8 വരെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ 4 മുതൽ 8 വരെയുള്ള പൗലോസ്ലിയ കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെ സ്നേഹത്തിൻ്റെ കുറച്ച് ലക്ഷണങ്ങളാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. നമ്മുടെ സ്നേഹത്തിന് ക്ഷമയുണ്ടോ? നമ്മുടെ സ്നേഹം ദയയുള്ളതാണോ? നമ്മുടെ സ്നേഹം അസൂയപ്പെടുന്നതുണ്ടോ? അസൂയപ്പെടുത്താത്തതാണോ നമ്മുടെ സ്നേഹം? നമ്മളെന്താ പറയുന്നത്? ഒരു കൊട്ട് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു, ഒന്ന് പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പറയുക? ഒരു അസൂയയല്ല എൻ്റെ പിന്നിലുള്ളത്. അസൂയമില്ലാത്തൊരു സ്നേഹം നമുക്കുണ്ടാവണം. ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അല്ല, നമ്മളൊക്കെ എന്തോരം പാടി പഠിച്ചിട്ടുള്ളത് സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. അവനവനെ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിന് കൂടി വരയണം. ഇതൊക്കെ നമ്മൾ പാടുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള. പക്ഷേ സ്വന്തം താല്പര്യം മാത്രം നോക്കിയതുകൊണ്ടല്ലേ നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു പരിഭാഷ നടത്താൻ പറ്റാതെ വരുന്നത്. കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. ഈ കോപവും വിദ്വേഷവും പുലർത്തുന്ന ഒരു മനോഭാവമല്ല ഈ സ്നേഹം തണുത്തു പോകാനുള്ള കാരണം. കോപവും വിദ്വേഷവും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ അകറ്റി നിർത്തിയിരിക്കുന്നു. കർത്താവ് നമ്മോട് പറയുന്നു,
നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാതെ സ്വർഗരാജ്യത്തിൽ നമുക്ക് വിശുദ്ധരുടെ ഐക്യത്തിൽ പങ്കുചേരാൻ സാധിക്കില്ല. കാരണം നാം എല്ലാവരും വിശുദ്ധരോട് ഐക്യപ്പെട്ട് ഒന്നായി ജീവിക്കേണ്ടവരാണ്. പരസ്പര വിദ്വേഷം പുലർത്തിക്കൊണ്ടോ കോപിച്ചുകൊണ്ടോ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് വിശുദ്ധന്മാരുടെ ആ ഐക്യത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നില്ല. അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സകലതും സഹിക്കുന്നു. ഇന്ന് ഈ ഒരു കാര്യം കൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് സകലതും സഹിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു സഹനവുമില്ല. വൈ ഷുഡ് ഐ? എന്നോട് കൊച്ചു ദമ്പതികൾ ചോദിച്ചിട്ടുള്ള, എന്തിന് എനിക്കൊരു ജീവിതമുള്ളൂ, വൈ ഷുഡ് ഐ സഫർ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ സഫറിങ്ങിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്? നിങ്ങൾ ഈ ഉടുപ്പ് മാറുന്നോണ്ട് ഈ ഉടുപ്പ് അങ്ങ് മാറി വേറൊരു ഉടുപ്പിട്ടാൽ ഈ സഹനം മാറുമോ? ഇല്ല. കുരിശെടുത്തുകൊണ്ട് പിന്നാലെ വരാനാണ് പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ മുഖം വളരെ ഭാരം കുറഞ്ഞതാണെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ആ ഭാരം നമ്മൾ ചുമക്കേണ്ട ഭാരമാണെന്നുണ്ടെങ്കിൽ ആ ഭാരം ക്രമപ്പെടുത്തി വയ്ക്കാൻ കർത്താവിനറിയാം. ക്രമപ്പെടുത്തി വെച്ച് കഴിയുമ്പോൾ ആ നുഖത്തിൻ്റെ ഭാരം കുറയും. ക്രമപ്പെടുത്താത്തതുകൊണ്ടാണ് ഈ നുഖം ഭയങ്കര ഭാരം വരുന്നത്. കാളവണ്ടി കണ്ടിട്ടുള്ളവരും കാളവണ്ടി ഓടുന്നത് കണ്ടിട്ടുള്ളവരും കാളവണ്ടിയിൽ ഭാരം കയറ്റി പോകുന്നവർക്ക് ഈ ഭാഷ പെട്ടെന്ന് മനസ്സിലാകും. അതിൻ്റെ മുൻഭാരവും പിൻഭാരവും കൃത്യമായി നിയന്ത്രിച്ച് കഴിയുമ്പോൾ ഈ കാളയുടെ പുറത്ത് കയറ്റിക്കുന്ന ആ നുഖത്തിന് വലിയ ഭാരമൊന്നുമില്ല. കാളയ്ക്ക് ചുമക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കർത്താവ് നമ്മോട് പറയുന്നു, നിൻ്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, ഞാൻ അത് ക്രമപ്പെടുത്തി തരാം. അതിൻ്റെ അർത്ഥം നിനക്ക് സഹനം ഉണ്ടാവില്ല എന്നുള്ളതല്ല, നിനക്ക് അത് സഹിക്കാനുള്ള ശക്തി കർത്താവ് തരുമെന്നുള്ളതാണ്. സഹനത്തോടുള്ള വലിയ മനോഭാവം. സ്നേഹം എന്നുള്ളത് സഹനം ആവശ്യപ്പെടുന്നതാണ്. മിഷൻ ലീഗിൻ്റെ മുദ്രാവാക്യം അത് തന്നെയായിരുന്നു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം. ആ മുദ്രാവാക്യമാണ് ഇപ്പോഴും മിഷൻ ലീഗിലൂടെ പറയുന്നത്. ത്യാഗത്തിൻ്റെ പരിവേഷമുള്ള സഹനം, ആ സഹനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സേവന മനോഭാവം, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ സ്നേഹം എന്നുള്ളത് സ്നേഹവും ത്യാഗവും സഹനവും ജീവിതത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ള ഒരു വലിയ പഠനമാണ് നമുക്ക് തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള അമ്മ നമ്മളോട് പറയുന്നത് മുഴുവൻ എന്താണ്? പ്രാർത്ഥിക്കണം മക്കളെ. കാരണം ഈ സ്നേഹത്തിൻ്റെ ഈ തണുത്ത് ഉറഞ്ഞു പോയ അവസ്ഥ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സ്നേഹം മൂലം കർത്താവ് നമ്മെ ജീവൻ തന്നല്ലേ രക്ഷിച്ച്, നാം ആരെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ എന്ത് പരിത്യാഗം ചെയ്യുന്നു? നമ്മൊരു കൊച്ചു ആത്മശോധന നമുക്ക് ചെയ്യാം. എൻ്റെ മക്കൾ വഴിതെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിത പങ്കാളി വഴിതെറ്റിപ്പോയെന്നുണ്ടെങ്കിൽ, എൻ്റെ കുടുംബ അയൽക്കാർ ബന്ധുക്കൾ നിങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ നേടുവാനായിട്ട് ഞാൻ എന്ത് പ്രാർത്ഥന പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്നു? ഒരാത്മാവിനെങ്കിലും നമുക്ക് നേടണ്ടേ? ഫാത്തിമയിലെ സന്ദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമല്ലായിരുന്നു അല്ലേ? അത് മറക്കരുത് ഒരിക്കലും. എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, നരകാഗ്നിയിൽ രക്ഷിക്കുന്ന എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കൾ, അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആത്മാക്കളുടെ കൂടിയാണ്. ഈ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആത്മാക്കൾ സ്നേഹം തണുത്ത് ഉറഞ്ഞു പോയ ആത്മാക്കളാണ്. ആ സ്നേഹം തണുത്ത് ഉറഞ്ഞു പോയ ആത്മാക്കൾ എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. അവരെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അവരെ ചൂടാക്കുന്നത്? അവർക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന എൻ്റെ ത്യാഗങ്ങൾ, അവർക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന പരിത്യാഗങ്ങൾ, ഈ പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും വഴിയായിട്ട് അവരിൽ തണുത്തുറഞ്ഞു പോയ ആ സ്നേഹത്തെ ചൂടാക്കുകയും അങ്ങനെ അവരുടെ ആത്മാക്കളെ നേടിയെടുക്കാനും സാധിക്കുക. അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക. കഠിനമായിട്ടുള്ള അവരുടെ ഹൃദയം, അവർ കഠിനമായിട്ടുള്ള ഹൃദയം കൊണ്ട് അവർ ബുദ്ധിയിൽ ദൈവത്തെ അളന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് നിർത്താനായിട്ട് നമുക്കവരെ നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ, ഹൃദയം നമുക്ക് ആ തരളിതമാക്കിക്കൊണ്ട് ആ മാംസളമായ ഹൃദയം നമുക്ക് തന്നിട്ടുള്ള സ്നേഹിക്കാനുള്ള ഹൃദയം, ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഒരർത്ഥം, ഒരു ഘടകമെന്ന് പറയുന്നത് എത്ര സ്നേഹിച്ചാലും മതി ഒരാർത്ഥമുള്ള ഒരു ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. അങ്ങനെ ഒരു സ്നേഹം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്താൽ നമുക്ക് ഈ ലോകത്തെ സ്പർശിക്കാൻ സാധിക്കണം. ഈ ലോകത്തെ നമ്മുടെ സ്നേഹം കൊണ്ട് സ്പർശിക്കുക, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സ്പർശിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയും നമ്മുടെ പരിത്യാഗവും വഴിയായിട്ട് നമുക്ക് ആത്മാക്കളെ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ദൈവമേ, അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ ആത്മരക്ഷ മാത്രമല്ല, എൻ്റെ കാവലിനും
എൻ്റെ കരുതലിനുമായിട്ട് അങ്ങ് എനിക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള ലോകം മുഴുവനുമുള്ള എല്ലാ ആത്മാക്കളും നേടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ സ്നേഹം തണുത്തുറഞ്ഞ് അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാനാണെന്നും ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തുന്ന പ്രാർത്ഥനയും എൻ്റെ പരിത്യാഗങ്ങളും വഴിയായിട്ട് എൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല ഞാൻ കർത്താവെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുക, എൻ്റെ ആ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ആത്മാക്കളുടെ രക്ഷയും സാധിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ പ്രിയപ്പെട്ട റാണി സഹോദരിക്ക്, കഞ്ചിക്കോട് റാണി സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുത്ത 51 സന്ദേശങ്ങളും ഈ ദിവസങ്ങളിൽ 40 ദിവസങ്ങളിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സന്ദേശങ്ങളുടെ അർത്ഥം ഉൾക്കൊള്ളാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. 51 സന്ദേശങ്ങളിൽ 20ാമത്തെ സന്ദേശത്തിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് നമ്മൾ സേവിക്കാൻ പോകുന്നത്. എത്രയോ വർഷം മുമ്പ് എത്രയോ ദീർഘവീക്ഷണത്തോടുകൂടി പരിശുദ്ധ അമ്മ ആ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ആ സന്ദേശങ്ങളൊക്കെ നമുക്ക് കാര്യമായിട്ടൊന്ന് സെവിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു. സമയം വൈകിയിട്ടില്ല, ഇപ്പോഴും സമയം വൈകിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്, ആ സഹോദരികളോട് വെളിപ്പെടുത്തി കൊടുത്തത് ഇപ്രകാരമുള്ള നമ്മുടെ ആ സന്ദേശങ്ങളുടെ അന്തസത്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ സാധിക്കണം. വചനം മുറിക്കുകയും അപ്പം മുറിക്കുകയും അവനവനെ മുറിക്കുകയും ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. അവനവന് മുറിക്കുമ്പോൾ മാത്രമേ ഈ മുറിക്കപ്പെടുന്ന ആ സ്നേഹം, മുറിയപ്പെടുന്ന സ്നേഹവും മുറിക്കപ്പെടുന്ന സ്നേഹവും, ആ മുറിയപ്പെടുന്ന സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് ജീവൻ പകരാൻ സാധിക്കുകയുള്ളൂ. ഒരു ജീവിതം നേടിയെടുക്കാൻ ജീവൻ പകർന്നേ മതിയാവും. ജീവൻ പകരണമെന്നുണ്ടെങ്കിൽ അത് മുറിക്കപ്പെടണം. ഞാനാണ് ആ മുറിക്കപ്പെടേണ്ടത്. ഞാൻ അവരൻ്റെ നന്മയെ കണക്കാക്കി അവരൻ്റെ തണുത്തുറഞ്ഞു പോയ സ്നേഹത്തെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അവനെ സ്നേഹത്തെ ചൂടാക്കി ആത്മാവിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഞാനൊന്ന് ആ പ്രാർത്ഥനയും പരിത്യാഗവും വഴിയായിട്ട് ചൂടാക്കിയെടുത്ത് ലോകത്തിൽ യേശുവിൻ്റെ നല്ല സാക്ഷികളായിട്ട് ജീവിക്കുവാനും അപ്രകാരം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആത്മാക്കൾ നേടുവാനുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സേവിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഹല്ലേലൂയ, ആവേ മരിയ, പ്രൈസ് ദ ലോർഡ്. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയുടെ നാമത്തിന് മാത്രം മഹത്വമുണ്ടാകട്ടെ. കാൽവരി ബലി സ്വന്തം ജീവിത ബലിയിൽ സ്വീകരിച്ച് ഈശോയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാകണം, ആഗ്രഹിച്ച് ജീവിക്കുന്നവരാകണം. പരിശുദ്ധ അമ്മ നമ്മെ അതല്ലേ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് തരുന്ന മാതാവിൻ്റെ സന്ദേശത്തിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. മക്കളെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജപമാല എന്ന ദിവ്യ ആയുധം ഉപയോഗിച്ച് നിങ്ങൾ പടപൊരുതുവിൻ. ജപമാലയിലൂടെ ഞാൻ നയിക്കുന്ന സൈന്യത്തിൽ ഉറച്ചു നിൽക്കുക. ഒരു മഹാസൈന്യം ഈ ലോകത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ബ്ലൂ ആർമിയായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സാത്താനെതിരെ പൊരുതുന്നൊരു സൈന്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനും നിങ്ങളൊക്കെ അതിലെ അംഗങ്ങളാണ്. അതിനായിട്ടാണ് നമ്മൾ ഈ ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശം സ്വീകരിച്ച് ദിവ്യകാരുണ്യ ഭക്തരായി വിശുദ്ധിയോടെ ജീവിക്കാനും സഹനങ്ങൾ സ്വീകരിക്കാനുമായിട്ടൊക്കെ ഒരുങ്ങുന്നത്. ലളിതമായ ജീവിതം നയിക്കുക. ലാളിത്യം പരിശുദ്ധ അമ്മയുടെ മുദ്രയാണ്. ലാളിത്യം സാത്താൻ വെറുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ലാളിത്യമുള്ളവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല. പരിശുദ്ധ അമ്മയുടെ ലാളിത്യം കൊണ്ടാണ് സാത്താൻ്റെ അഹങ്കാരത്തെ അമ്മ തകർത്തത്. അതുകൊണ്ട് അമ്മയുടെ മക്കളായ നമ്മളും ലാളിത്യമുള്ളവരായിരിക്കുക, എളിമയുള്ളവരായിരിക്കുക. എളിമയെ സാത്താന് ഭയങ്കര പേടിയാണ്. സത്യസന്ധതയെ അവന് ഭയങ്കര ഭയമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ലാളിത്യത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മൾ ഓരോ
ലാളിത്യം ഇല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എളിമയോടായിരിക്കാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കിയിട്ട് മറ്റുള്ളവരെ കുറ്റം വിധിച്ചും അവർക്കെതിരെ ദുരാരോപണങ്ങൾ പറഞ്ഞും ഒരു വ്യക്തിയുടെ സൽപ്പേരിനെ കളങ്കം വരുത്തിയും അപകീർത്തിപ്പെടുത്തിയും ഒരു നൊമ്പരം ഒരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ അത് സത്യമായിട്ട് അങ്ങനെ ആയിരിക്കില്ല സംഭവിച്ചത്. പക്ഷേ അതേക്കുറിച്ച് ഇല്ലാത്ത തോരണങ്ങളും നുണകളൊക്കെ വെച്ച് കെട്ടി കുടുംബങ്ങളിൽ പോയി പറഞ്ഞ് അവരുടെ പേരിന് സൽകീർത്തിക്ക് കളങ്കം വരുത്തുക, എന്നിട്ട് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേന്നറിയോ? സാത്താൻ്റെ കൂടാരത്തിലേക്ക് കുഞ്ഞെ നീ ഒരു ചുവട് വെച്ചു കഴിഞ്ഞു. നിന്റെ ഒരു ചുവടുവെപ്പ് കിട്ടിയാൽ മതി, ബാക്കി നിന്നെ പിടിച്ചു കൊണ്ടുപോയിക്കോളും. നിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് അല്ല അത്, നീ ഓർക്കുക. നിന്റെ ജീവിതത്തെ നിനക്കൊന്ന് ക്രമപ്പെടുത്താനുണ്ട്. പല കാര്യങ്ങളിലും നീ മാലാഖയെ പോലെ വിശുദ്ധയെന്നും വിശുദ്ധനെന്നൊക്കെ സ്വയം അവകാശപ്പെടുന്നുണ്ടാകാം. പാപം എൻ്റെ തെറ്റല്ലെന്ന് പറഞ്ഞ് നീ അഹങ്കരിക്കുന്നുണ്ടാകാം. പരിശുദ്ധ അമ്മ പറയും അത് തെറ്റ് തന്നെയാണ്. മാലാഖമാരുടെ വേഷത്തിൽ വരുന്ന കപടരായിട്ടുള്ള പിശാചുക്കൾ ഉണ്ടെന്ന് കൊറിന്തോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തന്നെ അമ്മയ്ക്കും പറയാനുള്ളത്. കാപഠത എടുത്തു കളയുക. വഞ്ചന നിറഞ്ഞ ഹൃദയം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിക്കാൻ നിനക്ക് തോന്നും. നിന്നോട് ഏറ്റവും വിശ്വസ്തരായി നിൽക്കുന്നു എന്ന് നീ ചിന്തിച്ച ആൾക്കാരായിരിക്കും ഒരുപക്ഷെ നിന്നിൽ നിന്ന് അകന്നു പോയത്. അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ പോലും ചിന്തിക്കാതെ നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്നിട്ടത് കുടുംബങ്ങളിലും കൂടപ്പിറപ്പുകളുടെ കുടുംബങ്ങളിലും ലോകത്തുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ നീ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അവരെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുക. ഇത് കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നമാണ്. ഞങ്ങളൊക്കെ അതിനൊത്തിരി ഇരകളായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാം, ആ വഞ്ചന കുഞ്ഞെ നിന്റെ അധരത്തിലൂടെ നീ ചെയ്യുമ്പോൾ നീ സാത്താൻ്റെ കൂടാരത്തിലേക്ക് ഒരു സ്റ്റെപ്പും കൂടെ വെച്ചു. ഇപ്പൊ അത് നീ വെച്ചിട്ടാണ് നിൽക്കുന്നെങ്കിൽ എന്നെ ശ്രവിക്കുന്ന എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ആ വെച്ച കാല് പുറകോട്ടെടുത്ത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിശുദ്ധിയുടെയും നന്മയുടെയും വഴി സ്വീകരിക്കാൻ നിനക്ക് അവസരം ഈശോ തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. ഈ ലോകം ക്ഷണികതയല്ലാതെ നിങ്ങൾക്ക് എന്ത് നൽകുന്നു? അമ്മ ചോദിക്കുക. നിത്യത നൽകാൻ സാത്താന് കഴിയില്ല. സൂര്യനെ ധരിച്ച നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ വിശുദ്ധിയുള്ള ഈ ആരാമത്തിലേക്ക് ദ്രുതഗതിയിൽ ഓടിയണയുക. ഇനി നമുക്ക് സമയമില്ല. വെച്ചകാല് സാത്താന്റെ കൂടാരത്തിലേക്ക് വെച്ചകാല് പുറകോട്ടെടുത്തിട്ട് നിൽക്കാൻ സമയമില്ല. ദ്രുതഗതിയിൽ ഓടാൻ അമ്മ പറഞ്ഞിരിക്കുന്നത്. തിരിഞ്ഞോടുക. എവിടേക്ക്? യേശുവിലേക്ക്. അമ്മയെ അനുധാവനം ചെയ്ത് യേശുവിനെ പിന്തുടരാനായിട്ട് തിരിഞ്ഞോടുക. കഴിഞ്ഞത് കഴിഞ്ഞു. നീ കുമ്പസാരിക്കണം. നല്ല കുമ്പസാരം നടത്തി, പൂർണ്ണ കുമ്പസാരം നടത്തി, സത്യമായിട്ടുള്ള എളിമയില് ശരിയായിട്ടുള്ള അനുതാപത്തിൽ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കതിനുള്ള കൃപ ഈശോ തരും, അമ്മ വാങ്ങിത്തരും. മക്കളെ, ലോകത്തിന്റെ രക്ഷയ്ക്കായി ബലിയാടായി യേശുവിനോടൊപ്പം ജീവിത ബലികൾ നൽകാൻ തൽപരരും ഉത്സുകരുമാകുക. മനുഷ്യന്റെ വാക്കുകൾ തന്നെ അവനെ ചിന്താക്കുഴപ്പത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ശിക്ഷയുടെ ദിനങ്ങൾ ഭയാനകമായി കടന്നു പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയാനകമായി 1.5 വർഷമായി കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ശിക്ഷയുടെ ദിനങ്ങൾ ഭയാനകമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വര സൃഷ്ടിക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ലോകം ഒരുങ്ങി കണ്ണുനീരിന്റെ താഴ്വര സൃഷ്ടിക്കാൻ. ലോകത്തിന് കണ്ണുനീരിന്റെ താഴ്വര പെട്ടെന്ന് ഒന്നും എടുത്തു കിട്ടിയതൊന്നുമല്ല. ലോകത്തിലുള്ള മക്കളുടെ പ്രവൃത്തി ദോഷം കൊണ്ട്, പാപദോഷം കൊണ്ട് ലോകത്തിന് കിട്ടിയിരിക്കുന്നു. ചോദിച്ചു വാങ്ങിയതാ കണ്ണുനീരിന്റെ താഴ്വര. മലീമസമായ ബുദ്ധിജീവികളുടെ മലീമസമായ ചിന്തകളിലൂടെ ഉടലെടുത്തതാ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല മഹാമാരിക്കും കാരണം. അവരുടെയൊക്കെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ണുനീരിന്റെ താഴ്വര സൃഷ്ടിക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. മക്കളെ, നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറക്കുക. ഇപ്പോഴും അടച്ചിട്ടിട്ടുണ്ടോ? തുറക്ക്, ഹൃദയം തുറക്ക്. അമ്മയ്ക്കായി തുറന്നു തന്നുകൊണ്ട് സമാധാനത്തിലും ദൈവവര പ്രസാദത്തിലും ജീവിക്കുക. നീ ഹൃദയം തുറക്കുമ്പോൾ എന്തിനു വേണ്ടിയാ തുറക്കുന്നത്? നഷ്ടപ്പെട്ട ദൈവവര പ്രസാദം നിന്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ. മാമോദീസായിലൂടെ ലഭിച്ച വിശുദ്ധ വെള്ളവസ്ത്രം ധരിപ്പിച്ചിട്ട് വിശുദ്ധ കുരിശു വരച്ച് നിന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കിയപ്പോൾ മാമോദീസായിലൂടെ ലഭിച്ച വരപ്രസാദം,
അത് നിന്റെ ജീവിതത്തിലൂടെ വളർത്തിയെടുക്കേണ്ടതായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയ അനുഭവം. ജ്ഞാനസ്നാനം മുതൽ ഇന്ന് വരെ നീ സ്വീകരിച്ചിട്ടുള്ള എല്ലാ കൂദാശകളിലൂടെയും എല്ലാ ദൈവിക ശുശ്രൂഷകളിലൂടെയും മാതാപിതാ ഗുരു ദൈവ എന്ന് കരുതി നീ സ്വീകരിച്ചിട്ടുള്ള അവരിലൂടെ ലഭിച്ചിട്ടുള്ള വരപ്രസാദങ്ങള്, കൃപകള്, ഇതിലൂടെ ഒക്കെയുള്ള നിന്റെ ജീവിതത്തിന്റെ കടന്നുപോക്കുണ്ടല്ലോ, അതിനായിട്ട് നിന്റെ ഹൃദയം നീ തുറന്നുതാ. നീ എവിടെയൊക്കെ അത് നഷ്ടപ്പെടുത്തിയോ നിനക്കത് വീണ്ടെടുക്കാൻ പറ്റും. നീ വീണ്ടും ജനിക്കണം. യേശുവിൽ ജനിക്കണം. പരിശുദ്ധാത്മാവിൽ നിറയണം. ഉത്സാഹം നഷ്ടപ്പെടുത്താതെ ജപമാല പ്രചരിപ്പിക്കുക. അതുവഴി സാത്താനെ ഓടിക്കാൻ നിങ്ങൾ കൂടുതൽ ശക്തിയുള്ളവരാകും. മക്കളെ, ഈ ദിനത്തിൻ്റെ പ്രത്യേകതയോട് ചേർന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ വിശ്വാസത്താൽ മുദ്രിതമായ മനസാക്ഷിയോടെ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. ശുദ്ധീകരണ സ്ഥലമുണ്ടോ? ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന യാചിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കൾ ഉണ്ട്. അമ്മ പറയാ, നിങ്ങളുടെ വിശ്വാസത്തിൽ മുദ്രിതമായ മനസാക്ഷിയോടെ ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു. അത് സത്യമാണ്. അത് വിശ്വസിക്കുന്ന മനസാക്ഷിയോടെ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയ, അതായത് ലോകത്ത് നിന്ന് ദൈവത്തിലേക്ക് പ്രവേശിച്ച, ദൈവത്തിന്റെ വിളി സ്വീകരിച്ചു പോയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയാണ് ഇനി അവർക്ക് രക്ഷപ്പെടാനുള്ള ഏകമാർഗം. വിശുദ്ധ കുർബാനയിലും ജപമാലയിലും നമ്മൾ പ്രാർത്ഥിക്കണം. കഴിയുന്ന ത്യാഗങ്ങൾ ചെയ്യണം. അനേക ആത്മാക്കളെ നമുക്ക് രക്ഷിക്കണം. എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായവർ നിത്യവിശ്രാന്തി അനുഭവിച്ച് പറുദീസായിലെ ശാശ്വതമായ പരമാനന്ദത്തിന്റെ പൊൻകിരണങ്ങളായി പരിലസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാഹിത്യം കണ്ടോ? ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആ കൊച്ചു ജീവിതത്തെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ചിട്ട് ജീവിച്ചവർ, അങ്ങനെ പ്രതിഷ്ഠിതരായവർ വിശുദ്ധാത്മാക്കൾ നിത്യവിശ്രാന്തി അനുഭവിച്ച് പറുദീസായിലെ ശാശ്വതമായ, അതായത് മാറ്റമില്ലാത്ത എന്നേക്കുമുള്ള പരമാനന്ദത്തിന്റെ പൊൻകിരണങ്ങളായി പരിലസിക്കുന്നു. ഞാനിത് വായിക്കുമ്പോൾ നമ്മുടെ തുങ്കുഴി പിതാവിനെ ഓർക്കാം. തുങ്കുഴി പിതാവ് ഈ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ തന്ന ഒരു സന്ദേശം വായിച്ച് കേൾക്കുകയുണ്ടായി. പിതാവ് വിളിച്ച് ഞാനും പോയിരുന്നു അവിടെ രൂപതാ കാര്യാലയത്തിൽ, ബിഷപ്സ് ഹൗസിൽ. അവിടെ മാതാവ് തന്ന സന്ദേശം ഒന്ന് വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചു. പിതാവ് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചു. അപ്പോൾ ഞാൻ എന്താണാവോ പിതാവ് ചിരിക്കണേന്ന് ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിതാവ് പറഞ്ഞു, റാണി, മാതാവ് MA ഒന്നും അല്ല. എന്തൊരു സാഹിത്യ മലയാളത്തിൽ PhD കഴിഞ്ഞ് എത്ര PhD എടുത്തിട്ടുണ്ടാവോ? ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന്. പിതാവിൻ്റെ ലാളിത്യം, പിതാവിൻ്റെ എളിമയാണ് അത് പറയിപ്പിച്ചത്. ശരിയാ, ഞാനും ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ മെസ്സേജ് കിട്ടിയിട്ട് 25 വർഷങ്ങളായി. ആവർത്തിച്ചത് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴാണ് ഓരോ വാക്കിന് പുതിയ അർത്ഥം കിട്ടുന്നേ. അതെൻ്റെ മാത്രം അഭിപ്രായമല്ല, ഒത്തിരി അച്ഛന്മാരിത് പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാശ്വതമായ പരമാനന്ദം ലോകം നൽകുന്നതല്ല കേട്ടോ. പറുദീസായിലെ ശാശ്വതമായ പരമാനന്ദം, അതിൻ്റെ പൊൻകിരണങ്ങളായിട്ട് സ്വർഗത്തിൽ പരിലസിക്കാന്നാ പറയുന്നേ. വിശുദ്ധരായിട്ട് പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ജീവിച്ച് മരിച്ചുപോയവര്. എന്നാൽ വേറെ കുറേ മക്കൾ ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയാതെ ശുദ്ധീകരണ അവസ്ഥയിലുണ്ട്. അവർക്കായി പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന മധ്യേ അനേക ശുദ്ധീകരണാത്മാക്കള് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് യാചകരെ പോലെ ബലിയർപ്പണത്തിന് വരുന്നുണ്ട് കേട്ടോ. പലപ്പോഴും പരിശുദ്ധ അമ്മ കാണിച്ചു തന്നിട്ടുള്ളതാ. ബലിയാത്മാക്കള് ഈ ലോകത്ത് ജീവിച്ചിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവരുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പോകുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഔഷധമായി കിട്ടേണ്ടത് കർത്താവിൻ്റെ തിരുശരീര രക്ത. അതവർക്ക് ഇനി ലോകത്ത് വന്നിട്ട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്കല്ലേ പറ്റുള്ളൂ, നമുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പറ്റുള്ളൂ. അത് സ്വീകരിക്കാനായിട്ട് നമ്മൾ ദേവാലയത്തിൽ അണയുമ്പോൾ ഈ മക്കൾ വന്ന് യാചിക്കുന്നുണ്ട്. യാചകരെ പോലെ പ്ലീസ് ബെഗ് ചെയ്യുക, യാചിക്കുക. എനിക്ക് വേണ്ടി, എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മോളെ, മോനെ ഒന്ന് പ്രാർത്ഥിക്കേ.
നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. ഇടവകയിൽ നിന്ന്, സ്വന്തം ബന്ധങ്ങളിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, ലോകത്ത് വിവിധ ഇടങ്ങളിൽ മരിച്ചുപോയവരുണ്ട്. ആരുടെയും പ്രാർത്ഥന കിട്ടാതെ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രിയ ദൈവപൈതലേ, നീ വിശുദ്ധ കുർബാനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ആത്മാക്കളുടെ പാപങ്ങൾ പുറത്ത് ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കണേന്ന് പ്രാർത്ഥിക്ക്. നിന്റെ ജീവിതം വഴി ഒരാത്മാവ് സ്വർഗത്തിലെത്തിയാൽ നിന്റെ ഈ ലോക ജീവിതത്തിൻ്റെ വഴിയിൽ നിന്നെ രക്ഷിക്കാനായിട്ട് അവരുടെ പ്രാർത്ഥന എന്നും ഈശോയോട് അവരർപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നിനക്ക് കിട്ടുന്ന ഗിഫ്റ്റ്, നിനക്ക് ഈശോ തരുന്ന ഗിഫ്റ്റ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണാത്മാക്കളെ മറക്കല്ലേ കേട്ടോ. അവർക്ക് ഇനി ലോകത്തിലേക്ക് വന്ന് ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ചൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്കേ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അവരുടെ രക്ഷ ഈശോ നമ്മുടെ കരങ്ങളിൽ വെച്ച് തന്നിരിക്കുക. അവരുടെ ആഗ്രഹങ്ങളെ, പ്രതീക്ഷകളെ വൃഥാവിലാക്കരുത്. അവർക്ക് കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് എത്തണം. അവർക്കത് ആഗ്രഹമുണ്ട്. സാധ്യമാണ്. എന്നാൽ അവർക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അനുഭവിക്കാനുള്ള വഴി തുറന്നു കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തുക, ജപമാല ചൊല്ലുക, സുഹൃത ജപങ്ങൾ ചൊല്ലുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ കറകൾ കഴുകി ആ മക്കളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മുടെ ഈശോ തയ്യാറായി നിൽപ്പുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി സഹനങ്ങൾ കാഴ്ചവെക്കാം. നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷയുടെ വഴി തുറന്നു നൽകുകയും ചെയ്യുന്ന ശുദ്ധീകരണാത്മാക്കളോടുള്ള ഭക്തി അതിലായിരിക്കാം നമുക്ക്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകയ്ക്കുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിന് രക്ഷയേകുന്നു. അഖില ലോകനായക
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും പരമവുമായ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇനി കുറച്ച് മിനിറ്റുകൾ മാത്രമേ ചെലവഴിക്കാനായിട്ട് ഭാഗ്യമുള്ളൂ. അതേക സമയം അനേകം ആളുകൾ ഇപ്രകാരം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇപ്രകാരമെങ്കിലും ഒരു ശുശ്രൂഷയിലൂടെ ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നന്ദി പറയുവാനും സ്നേഹം പ്രകടിപ്പിക്കുവാനും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഒരവസരം ലഭിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർക്കുക, നന്ദി പറയുക. കാരണം ഈശോ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു, ഈശോ നമ്മെ അത്രമാത്രം കരുതുന്നു. ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ കൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഒക്കെ നമുക്കൊന്ന് അനുഭവിക്കാനായിട്ട് കുറച്ച് നിമിഷങ്ങൾ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനാപൂർവം നമ്മുടെ ചിന്തകൾ നമുക്കായി മുറിയപ്പെട്ട, നമുക്കായി പൊടിയപ്പെട്ട, നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവൻ തന്ന, രക്തം തന്ന ആ ജീവിതത്തെ നോക്കിയിട്ട്, ആ ജീവനെ നോക്കിയിട്ട്, ഈശോയെ നോക്കിയിട്ട് നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ അങ്ങ് എന്നെ അങ്ങയുടെ ജീവൻ തന്ന് രക്ഷിച്ച മാതിരി എൻ്റെ ജീവൻ കൊടുത്ത് എനിക്കും അങ്ങേക്ക് വേണ്ടി ആത്മാക്കളെ നേടാനായിട്ടുള്ള കൃപ തരണമേന്ന്. അതിനപ്പുറം നമുക്കൊരു ഭാഗ്യമുണ്ടോ? ഞാൻ ഇവിടെ നേടുന്ന ആത്മാക്കളല്ലേ എന്നെ അവിടെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ നിൽക്കുക. അവരായിരിക്കും നമ്മെ അവിടെ സ്വാഗതം ചെയ്യുന്നതും അവരുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതും. ഈശോയെ അങ്ങ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഈശോ ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ. ഈശോയുടെ ആ രക്ഷാകര ആ ദൗത്യം, ആ പ്രവൃത്തി, ആ ശുശ്രൂഷ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കണം. മാനവരക്ഷകനായ ഈശോ അന്നും ഇന്നും എന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഏറ്റുപറയുവാനും നമ്മുടെ ജീവിതം കൊണ്ട് അത് സാക്ഷ്യപ്പെടുത്താനും നമുക്ക് കഴിയണം. അത് കഴിയുന്നത് നമ്മുടെ സ്നേഹം, ഈ ലോകത്ത് ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴും അവരുടെ തണുത്തുറഞ്ഞു പോയ സ്നേഹം ചൂടാക്കിയെടുക്കുമ്പോഴുമാണ്. അങ്ങനെ ആ ആത്മാക്കളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇന്ന് നമ്മെ വിളിച്ച് പ്രാരംഭ ശുശ്രൂഷയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട റാണി സഹോദരിയിലൂടെ നമ്മളോട് ഈശോ പ്രത്യേകം പറഞ്ഞ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഇനി ഇവിടെ വന്ന് ഈശോയുടെ ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനോ പ്രാർത്ഥിച്ച് ആത്മരക്ഷ നേടാനോ സാധിക്കുകയില്ല. അത് നമ്മുടെ ദൗത്യമാണ്, നമ്മളെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ആത്മാക്കളെയും ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഫാത്തിമായിലെ സന്ദേശത്തിലൂടെ നമ്മുടെ മാതാവ് ആവശ്യപ്പെട്ടു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യണം. കാരണം ഈ ഈശോ എന്നെ രക്ഷിച്ചത് ത്യാഗം ചെയ്തിട്ടാണ്. എന്ത് ത്യാഗമാണ് ചെയ്തത്? പരമത്യാഗമാണ് ചെയ്തത്. പരമത്യാഗം. ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ, ജീവൻ ബലി കഴിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. അത് പറയുകയല്ല, അത് ചെയ്യുകയാണ് ചെയ്തത്. ജീവൻ ബലി കൊടുത്തിട്ടാണ് എൻ്റെ ജീവിതം എനിക്കായി ഈശോ നേടിത്തന്നത്. ആമേൻ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. നന്ദി പറഞ്ഞാൽ തീരാത്ത വണ്ണമുള്ള ഒരു വലിയ കൃപയല്ലായിരുന്നു അത്. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരെയും നമ്മെ കരം പിടിച്ച് നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങി പോകാൻ പോകുന്ന വ്യക്തിയെ രക്ഷിച്ചെടുക്കുന്നു, അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിച്ചെടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രക്ഷിച്ചവർക്ക് ധീരതയ്ക്കുള്ള അവാർഡൊക്കെ കൊടുത്തിട്ട് അവരെന്നും പറയും, ഞാൻ ജീവിതത്തിൽ എന്നും കടപ്പെട്ടിരിക്കും. കാരണം എൻ്റെ ജീവന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ആ വ്യക്തിയോടാണ്. എൻ്റെ ഈശോയെ, ഞാൻ ഈശോയോട് എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവനും എൻ്റെ ജീവിതത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഈശോയോട് മാത്രമല്ല, ഈശോ തൻ്റെ കരുണയാൽ എന്നെ സൃഷ്ടിച്ചു, തൻ്റെ കരുണയാൽ എന്നെ പരിപാലിക്കുന്നു. എന്നിട്ട് ദൈവം, ആ ഈശോ എന്നോട് പറയുന്നു, എൻ്റെ കരുണയുടെ കൈവഴി നീ തന്നെയാണ്. നിന്റെ അതരം സ്തുതിഗീതങ്ങളാൽ നിറയുമ്പോഴും, നിന്റെ
കരങ്ങൾ കാരുണ്യ പ്രവൃത്തികളിലൂടെ ഈ ലോകത്ത് എൻ്റെ സ്നേഹം നിറയ്ക്കുവാൻ നീ തയ്യാറാവണം. അങ്ങനെ മാത്രമേ നമുക്ക് ആത്മാക്കളെ നേടാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ പരിത്യാഗ പ്രവൃത്തിയാണ്. ഫാത്തിമയിൽ മാതാവ് നമ്മോട് പഠിപ്പിച്ചൊരു വലിയ സന്ദേശമുണ്ട്, നമ്മോട് പറഞ്ഞൊരു വലിയ സന്ദേശമുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ആരെയൊക്കെയാണ് കർത്താവ് നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ കൈകളിലേക്ക് തന്നിരിക്കുന്നത്? അമ്മ നമ്മളോട് പറയുന്നത് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെ വേണ്ടിയിട്ട്? ഈശോയെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഈശോയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയിട്ട്, ഈശോയെ ആരാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട്, ഈശോയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയിട്ട്. ഞാൻ ആരാധനയാവണം, ഞാൻ സ്നേഹമാകണം, ഞാൻ ജീവനാവണം. അങ്ങനെയുള്ളവരെ നേടിയെടുക്കാൻ വേണ്ടി ഈശോ നമ്മൾ പറഞ്ഞില്ലേ, മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. എന്താ ഓർമ്മിപ്പിക്കുന്നത്? അധർമ്മം വർദ്ധിച്ചതുകൊണ്ട്, ഈ ലോകത്ത് അധർമ്മം വർദ്ധിച്ചതുകൊണ്ട് സ്നേഹം തണുത്തുപോയി. സ്നേഹം തണുത്തു പോകാനുള്ള ഏക കാരണം എന്താ? അധർമ്മം വർദ്ധിച്ചു. എന്താ അധർമ്മം വർദ്ധിക്കാൻ കാരണം? മനുഷ്യന്റെ മനസാക്ഷി മരവിച്ചു പോയി. മനുഷ്യന്റെ മനസാക്ഷി എങ്ങനെയാ മരവിച്ചു പോയത്? ദൈവത്തിന്റെ ആലയമായിട്ടുള്ള ആ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ നമ്മൾ സപ്രസ് ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കണ്ടെന്ന് തീരുമാനിച്ചിട്ട് ആ സ്വരത്തിന് നമ്മൾ കാതടച്ചു. എന്നിട്ടോ എൻ്റെ തന്നിഷ്ടപ്രകാരം എൻ്റെ മനസാക്ഷിയെ ഞാൻ അങ്ങോട്ട് വലിച്ചു നീട്ടി. നന്മയേത് തിന്മയേത്, തെറ്റേത് ശരിയേത് എന്ന് ദൈവാത്മാവ് പറയുന്നതല്ല, ഞാൻ തീരുമാനിക്കുന്നതായി എൻ്റെ ആ ഒരു തീരുമാനമായി നന്മയുടെയും തിന്മയുടെയും തെറ്റിൻ്റെയും ശരിയുടെയും തമ്മിലുള്ള ആ ഒരു വേർതിരിവും അളവ് പോലും ഞാൻ തീരുമാനിച്ചു. ദൈവമേ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങേക്ക് മാത്രം അറിയാവുന്നതും അങ്ങ് മാത്രം തീരുമാനിക്കേണ്ടതും അങ്ങ് മാത്രം ആത്യന്തികമായി നിശ്ചയിക്കേണ്ടതുമായിട്ടുള്ള നന്മതിന്മകളുടെയും തെറ്റിൻ്റെയും ശരിയുടെയും അളവുകൾ ഞാൻ ഏറ്റെടുത്തതിനെക്കുറിച്ചും എൻ്റെ തെറ്റുകൾ ഞാൻ അപ്രകാരം ന്യായീകരിച്ചതിനെക്കുറിച്ചും എൻ്റെ മനസാക്ഷിയെ ഞാൻ വലിച്ചു നീട്ടിയതിനെക്കുറിച്ചും മാപ്പ് ചോദിക്കുന്നു. എൻ്റെ മനസാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ടും ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ടും ദൈവമേ, അങ്ങയുടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ ഈ വലിയ ബലിജീവിതത്തിൻ്റെ പങ്ക് പറ്റുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിശുദ്ധന്മാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമല്ല, ആ പ്രവൃത്തികളിൽ എന്തുമാത്രം സ്നേഹം നമ്മൾ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് മദർ തെരേസ പറയുമായിരുന്നു, വിശുദ്ധ കൊച്ചുത്രേസ്യ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ മഹനീയതയേക്കാൾ, ആ പ്രവൃത്തികളുടെ ആയാസത്തേക്കാൾ നമ്മുടെ കർത്താവ് നോക്കുന്നത് എത്രമാത്രം സ്നേഹത്തോടെ നാം അവ ചെയ്തു എന്ന് മാത്രമാണ്. എത്രമാത്രം സ്നേഹത്തോടെ നാം ഓരോ പ്രവൃത്തിയും ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അതവർക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോക്കുമെന്ന് പറയുമ്പോൾ തീർന്നു. പിന്നെ ആ ഭക്ഷണത്തിന് ഒരു വിലയുമില്ല. കാരണം എന്താ? സ്നേഹം ചാലിച്ചിട്ടില്ല. സ്നേഹത്താൽ ചാലിച്ചിട്ട് ഒരു ഭക്ഷണം ഒരുമിച്ച് കൂട്ടും. മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടുന്ന സ്നേഹവിരുന്നല്ലേ ഇത്? മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടുന്ന ആ സ്നേഹവിരുന്ന് നമുക്ക് ആസ്വദിക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ് നമ്മുടെ ഭക്ഷണമേശ, നമ്മുടെ കുടുംബം. ആ ഭക്ഷണമേശയിലും നമുക്ക് ഒരുമിച്ച് കൂടാനും സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ആ ക്രൈസ്തവ മനസാക്ഷി രൂപപ്പെടണം. ഇന്ന് നമ്മുടെ ലോകത്ത് ഈ ദൈവസ്നേഹം തണുത്ത് ഉറഞ്ഞു പോകാൻ കാരണം മരവിച്ച മനസാക്ഷിയാണ്. ക്രൈസ്തവ മനസാക്ഷി മരവിച്ചു പോയി. കാരണം ഞാൻ എല്ലാ തെറ്റിനെയും ഞാൻ ശരിയായി വ്യാഖ്യാനിക്കുന്നു. എൻ്റെ എല്ലാ എൻ്റെ എല്ലാ അധർമ്മത്തെയും ഞാൻ ധർമ്മമായി വ്യാഖ്യാനിക്കുന്നു. ദൈവമേ, ഇത് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയാനുള്ള ആ ഒരു തുറവിയും ആ ഒരു ധൈര്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടാണല്ലോ ഇന്നും ഞങ്ങൾ എത്രയോ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ എതിർസാക്ഷ്യമാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ നടത്തുന്ന വ്യവഹാരങ്ങൾ, കോടതിയിലെ അവർക്കെതിരെ നടത്തുന്ന കേസുകൾ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. ദൈവമേ, സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ട് ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവ രക്ഷകൻ എന്ന് ഞാൻ പാടുമ്പോൾ തന്നെ
എപ്പോഴും ദൈവമേ ഈ മാനവരക്ഷ എന്നിലൂടെ തന്നെ തുടരണമേ എന്നും കർത്താവ് ആഗ്രഹിക്കുന്നല്ലോ. ഇന്ന് കർത്താവിന് ഈ മാനവരക്ഷ തുടരാനായിട്ട് എൻ്റെ കൈകളും എൻ്റെ കാലുകളും മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും കാലുകളും കൈകളും ഒക്കെ തന്നിരിക്കുന്നത് ഈ മാനവരക്ഷ തുടരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഞങ്ങൾ തിരിച്ചറിയുന്നു. നമ്മൾ കാലുകൾ ചലിപ്പിക്കാതിരിക്കുമ്പോഴോ കരങ്ങൾ നീട്ടാതിരിക്കുമ്പോഴോ എല്ലാം സ്നേഹം തണുത്തുറഞ്ഞു പോവുകയായി ചെയ്യുന്നു. തണുത്തുറഞ്ഞു പോയ സ്നേഹത്തെ നമുക്ക് എന്തുമാത്രം വില കൊടുത്തിട്ടാണെങ്കിലും എന്തുമാത്രം ത്യാഗം ചെയ്തിട്ടാണെങ്കിലും നമുക്ക് നേടി എടുക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ ഈശോ നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ആ പൂർത്തിയാവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അവസാനം പറയേണ്ട ഈശോ എന്താ പറഞ്ഞേ? എല്ലാം പൂർത്തിയായെന്നാണ് പറഞ്ഞത്. എന്താ എല്ലാം പൂർത്തിയായെന്ന് വെച്ച് തിരുവചനങ്ങൾ പൂർത്തിയായി എന്ന് മാത്രമല്ല, ദൈവം എൻ്റെ ഈ ജീവിതത്തിലൂടെ നടത്തണം എന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പൂർത്തിയാക്കി എന്നാണ്. അങ്ങനെ പൂർത്തിയാക്കി എന്ന് പറയാൻ തക്കവണ്ണമുള്ള ആ ഒരു ഹൃദയത്തിൻ്റെ മനസാക്ഷിയുടെ നൈർമല്യവും ഹൃദയത്തിൻ്റെ വെടിപ്പും നമുക്കിന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. തെറ്റിയെങ്കിൽ തിരുത്തണം. തെറ്റിയതുകൊണ്ട് മാത്രം കർത്താവ് നമ്മെ ഉപേക്ഷിക്കില്ല. കർത്താവ് നമ്മുടെ തെറ്റിനെ മനസ്സിലാക്കുന്നു. നമ്മൾ എപ്പോഴും കാണുന്നുണ്ടല്ലോ, നമ്മൾ തെറ്റി കർത്താവിൻ്റെ കൈകളിലേക്ക് വീഴുന്നത്, തെറ്റ് ചെയ്താലും വീഴുന്നതും കർത്താവിൻ്റെ കയ്യിലേക്ക് തന്നെയാണ്. കർത്താവിൻ്റെ കയ്യിലാണ് വീഴുന്നത്. ആ കർത്താവ് തന്നെയാണ് വീണ്ടും നമ്മെ എഴുന്നേൽപ്പിക്കുന്നത്. തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം വലിച്ചെറിയുന്ന നമ്മുടെ പ്രകൃതമല്ല ദൈവത്തിൻ്റെ പ്രകൃതം. നമ്മളെന്താ ചെയ്യുന്നത്? തെറ്റ് ചെയ്യുന്നവരെ അതോടുകൂടി നമ്മൾ പേര് വെട്ടി, നമ്മൾ തിരസ്കരിച്ചു, പുറത്താക്കി, നമ്മൾ പിരിച്ചുവിട്ടു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പക്ഷേ എന്തുകൊണ്ട് അവരാ തെറ്റ് ചെയ്യാനിടയായി എന്ന് അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടും ചിന്തിച്ചിട്ട് ദൈവത്തിൻ്റെ ആ ഒരു അനന്ത സ്നേഹത്തിൻ്റെ കൈവഴികളായിട്ട് അവർക്ക് ആ സ്നേഹത്തിൻ്റെ ആ ഒരു ചൂട്, ദൈവസ്നേഹം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? അതല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം. ആ ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സ്നേഹമാണ് നമ്മൾ നിലകൊള്ളുന്നത്? എന്ത് സ്നേഹമാണ് നമ്മളിലുള്ളത്? നമ്മുടെ സ്നേഹം പോലും തണുത്തു പോയില്ലേ? അപ്പം ഞാൻ ദൈവമേ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പായിരുന്നുകൊണ്ട് ഞാൻ തിരിച്ചറിയുന്നു, എന്നിലാണ് ഈ സ്നേഹം തണുത്തു പോയത്. എന്നിൽ ദൈവസ്നേഹം തണുത്തുപോയി. എന്നിൽ ദൈവസ്നേഹം തണുത്തു പോകാൻ കാരണം എൻ്റെ സഹോദരി ഇപ്പോൾ ഓർപ്പിച്ചില്ലേ, ദൈവമേ ബുദ്ധിയുടെ ആ കാഠിന്യം കൊണ്ട്, ബുദ്ധി കൊണ്ട് നമ്മൾ ഹൃദയ കാഠിന്യം വന്നവരായി ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ച അത് തന്നെയായിരുന്നു. മാതാവിൻ്റെ സന്ദേശത്തിലും പറഞ്ഞ അത് തന്നെയായിരുന്നു. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ. ആരാ? ഹൃദയ കാഠിന്യം കൊണ്ട് അജ്ഞത ബാധിച്ച ഞാൻ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ജീവൻ എന്താ? സ്നേഹം തന്നെയാണ്. ദൈവത്തിൻ്റെ ജീവനായിട്ടുള്ള സ്നേഹത്തിൽ നിന്നും എൻ്റെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ഞാൻ ഹൃദയത്തിൻ്റെ കാഠിന്യമുള്ളവനായിട്ട് മാറിയിരിക്കുന്നു. ഹൃദയത്തെ നമുക്കൊന്ന് വെടിപ്പാക്കണ്ടേ? ഹൃദയം നുറുങ്ങിയവർക്കല്ലേ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത്? മനം ഉരുകിയവരെയല്ലേ അവിടുന്ന് രക്ഷിക്കുന്നത്? ഉരുകിയാലല്ലേ എന്നെല്ലാം മാലിന്യമൊക്കെ നീങ്ങുള്ളൂ. ദൈവമേ, അങ്ങ് എനിക്കായി മുറിയപ്പെട്ടവനാണെന്നും എനിക്കായി പൊടിഞ്ഞു നുറുകിയവനാണെന്നും അങ്ങനെയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ മുമ്പാകെ ഹൃദയം നുറുങ്ങിയും മനമുരുകിയും ആയിരിക്കുവാൻ ഞങ്ങളെ ഇനിയുള്ള 22 ദിവസങ്ങളിലെങ്കിലും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 40 ദിവസത്തെ ശുശ്രൂഷ നയിക്കുന്ന ഈ ഷെക്കീന ടെലിവിഷനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷെക്കീന ടെലിവിഷൻ്റെ എല്ലാ ശുശ്രൂഷകളിലും അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും അങ്ങയുടെ സ്നേഹത്തെ അറിയിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഇപ്രകാരമുള്ള മാധ്യമ ശുശ്രൂഷകളെ മുഴുവൻ അനുഗ്രഹിക്കണമേ. ഈ ന്യൂസ് ചാനലായിട്ടുള്ള ഷെക്കീന ടെലിവിഷനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണം. എപ്പോഴും എവിടെയും കടന്നു ചെല്ലാനായിട്ടുള്ള അധികാരം കർത്താവേ, സ്വാതന്ത്ര്യം കർത്താവേ, അവകാശം കർത്താവേ അങ്ങ് ഈ പ്രിയപ്പെട്ട ശുശ്രൂഷയ്ക്ക് നൽകിയിട്ടുണ്ടല്ലോ. ആ ശുശ്രൂഷയ്ക്ക് അങ്ങ് നൽകിയ വലിയ കൃപയോർത്ത് നന്ദി പറയുന്നു. ആ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങളിലേക്ക് അങ്ങയുടെ ആ സ്നേഹം, അങ്ങയുടെ ആ വിളി, അങ്ങയുടെ ആ ചൈതന്യം, അങ്ങയുടെ നിറവ് കൊടുക്കുവാനും, അങ്ങനെ ഇതാ ഇവിടെ ഒരു രക്ഷിക്കുന്ന ദൈവമുണ്ട് എന്നും, ശിക്ഷിക്കുന്ന ദൈവമല്ല രക്ഷിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, അങ്ങനെ രക്ഷിക്കുന്ന ദൈവത്തിലേക്ക് തിരിയുവാനും, തണുത്തുറഞ്ഞ ആത്മാക്കള് ചൂടായി ദൈവമേ ആ ചൂടുള്ള ദൈവത്തിലേക്ക് തിരിയുവാനുമായിട്ട്
നമുക്ക് ഈ ശുശ്രൂഷ സഹായകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 40 ദിവസത്തെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് എന്തുമാത്രം വൻ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അത് ചെയ്യാതെ പറ്റാതെ പോകുന്ന എന്തുകൊണ്ടാണ്? ഞാൻ തണുത്തു തുറന്നിരിക്കുന്നുകൊണ്ടല്ലേ. ഇനിയുള്ള 22 ദിവസത്തെ ആ ശുശ്രൂഷകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് ഈ ശുശ്രൂഷയെ ഏറ്റെടുക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രേക്ഷിത വേലയാണിത്. ഇനിയും മറ്റുള്ളവരെ അറിയിക്കുക. ഇപ്രകാരം കർത്താവിന് വേണ്ടി ഒരു 1.5 മണിക്കൂർ ജീവിതത്തിൽ ഇനിയുള്ള 22 ദിവസം ഒന്ന് മാറ്റി വയ്ക്കാം. രാത്രി 9 മണി മുതൽ 10:30 മണി വരെ നമുക്കൊരു വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ലഭിക്കും, ഒരു വചന വ്യാഖ്യാനം ലഭിക്കും, മാതാവ് കൊടുത്ത സന്ദേശത്തിൻ്റെ വലിയൊരു വ്യാഖ്യാനവും ലഭിക്കും. ഇതിൽ പലരും ഭാഗ്യം നമുക്കിനി എന്താ ലഭിക്കാനുള്ളത്? ഇനി എന്ത് വേണം? ഇത് കർത്താവ് പൂർത്തിയായി എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു ഭാഗ്യമല്ലേ നമുക്ക് കർത്താവ് ഈ സന്ധ്യാസമയത്ത് നമുക്ക് തരുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരം ഒരു ഇത് തന്നെ ഒരു ത്യാഗ പ്രവൃത്തിയാണ്, ഇത് തന്നെ ഒരു പരിത്യാഗ പ്രവൃത്തിയാണ്. ഇതിൻ്റെ ഒരു മൂല്യം, ഇതിൻ്റെ ഒരു വില കർത്താവെ ഒരാത്മാവിനെ നേടുവാനായിട്ട് സഹോദരി റാണി സഹോദരി നമ്മൾ ഓർപ്പിച്ചില്ലേ, ഒരാത്മാവിനെയെങ്കിലും നേടിയോ എന്ന് കർത്താവ് നമ്മോട് ചോദിക്കും. നിനക്ക് തന്ന താലന്ത് കൊണ്ട് നീ എന്ത് ചെയ്തു? ഒരാത്മാവിനെ നീ നേടിയോ? എത്ര ആത്മാക്കൾ നീ നേടി? നിനക്ക് എത്ര താലന്താ തന്നത്? ആ താലന്തുകളിലൂടെ നീ എത്ര ആത്മാക്കളെ എനിക്കായി നേടിയെന്നല്ലേ കർത്താവ് അങ്ങ് ആത്യന്തികമായി ചോദിക്കുക. ആത്മാക്കളെ നേടാൻ തക്കവണ്ണം ഇപ്രകാരമുള്ള ശുശ്രൂഷയിൽ പങ്കുചേരുവാനും ഇനിയുള്ള 22 ദിവസങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുവാനും വേറെ ഒന്നുകൊണ്ടും മരുന്നുകൊണ്ടോ മന്ത്രം കൊണ്ട് ഒന്നും ലോകത്തെ സ്പർശിക്കാൻ സാധിക്കുന്നില്ല. ലോകത്തെ സ്പർശിക്കാൻ ഈ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഒന്നും സാധിക്കുകയില്ല. പ്രാർത്ഥന കൊണ്ട് ലോകത്തെ സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടാവണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യരെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നവരാവണം. ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, ക്ഷമയുടെ, അനുകമ്പയുടെ, കരുണയുടെ ഒക്കെയുള്ള ഫലങ്ങളാണ്. അങ്ങനെയാണ് അവർ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടുക എന്ന് പറയും. ഈ ഫലങ്ങളിലൂടെയാണല്ലോ വൃക്ഷത്തെ അറിയുന്നത്. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരിലൂടെയും പുറപ്പെടുന്ന സ്നേഹത്തിൻ്റെ, കരുണയുടെ, അനുകമ്പയുടെ, ക്ഷമിക്കലിൻ്റെ, മറക്കലിൻ്റെ, പൊറുക്കലിൻ്റെ, അനുകമ്പയുടെ, അനുരഞ്ജനത്തിൻ്റെ ഫലങ്ങളിലൂടെ ഞങ്ങൾ അങ്ങയുടെ ശിഷ്യന്മാരാണ് എന്നറിയപ്പെടട്ടെ. ഇന്ന് ഞങ്ങൾ അറിയപ്പെടുന്നത് ഞങ്ങൾ അങ്ങയുടെ പ്രഘോഷകരാണെന്നാണ്, ഞങ്ങൾ അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാണെന്നാണ്. ഞങ്ങൾ അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ മാത്രമാകാതെ ഞങ്ങൾ അങ്ങയുടെ ജീവിക്കുന്ന സാക്ഷികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ. ജീവിതത്തിലൂടെ അങ്ങയുടെ സന്ദേശം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളാണ് ദൈവമേ ഈ ലോകം വായിക്കുന്ന ബൈബിൾ എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ സുവിശേഷമാക്കി മാറ്റുവാനായിട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മാധ്യമ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഒരു സദ്വാർത്തയാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ രൂപതയിൽ, ഞങ്ങളുടെ കേരള സഭയിൽ, ഞങ്ങളുടെ എല്ലാ സഭകളിലും ലോകമെമ്പാടും, ഈ ഭാരതമെമ്പാടും, ലോകമെമ്പാടും ഇപ്രകാരം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും വീതിയും നീളവും ഉയരവും അറിയാൻ തക്കവണ്ണം എൻ്റെ സ്നേഹത്തെ, എൻ്റെ ചൈതന്യത്തെ, എൻ്റെ ജീവിതത്തെ ഒരു സുവിശേഷമാക്കി മാറ്റണമേ. ജീവിതം ഒരു സുവിശേഷമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ ജീവിതം സുവിശേഷമാക്കി മാറ്റിയവളാണ്. ജീവിതത്തെ അപ്രകാരം സുവിശേഷമാക്കി മാറ്റാൻ തക്കവണ്ണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം, മക്കൾക്ക് മാതാപിതാക്കന്മാരോടുള്ള ബന്ധം, നമ്മുടെ അയൽക്കാരോടുള്ള ബന്ധം, നമ്മുടെ ഇടവകയോടുള്ള ബന്ധം, നമ്മുടെ സഭയിലുള്ള നമ്മുടെ ജീവിതം, ഈ നമ്മുടെ സഹപ്രവർത്തകരുടെ ഇടയിലുള്ള നമ്മുടെ ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളിലെല്ലാം വന്നുപോയിട്ടുള്ള സ്നേഹക്കുറവ് നമ്മൾ നികത്തി കഴിയുമ്പോൾ സ്നേഹത്തിന്റെ വലിയൊരു കുറവ നമ്മിൽ നിന്നും പൊട്ടിപ്പുറപ്പെടും. ആ നമ്മിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന സ്നേഹത്തിന്റെ ഉറവയായിരിക്കും തണുത്തുപോയ പല സ്നേഹങ്ങളെയും ഇനി നേടിയെടുക്കാൻ പോകുന്നത്. നമുക്ക് ഈ നമ്മുടെ വാഴ്വിൻ്റെ പാട്ടിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും നമ്മുടെ പാപങ്ങളെല്ലാം കഴിയില്ലേ, നമ്മൾ രക്ഷിച്ചെടുത്തില്ലേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ കൊണ്ടും കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ടും ഇനിയുള്ള ജീവിതം ദൈവമേ ഞാൻ അങ്ങയുടെ മകനും മകളുമായിരിക്കും. ഇന്നേ വരെ ഞാൻ ജീവിച്ചു പോന്ന ആ ജീവിതത്തിൻ്റെ പാതയിൽ എവിടെയെങ്കിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാതെ ഞാൻ എനിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാപ്പ് ചോദിക്കുന്നു. നല്ല ദൈവമേ, മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങ് തരുന്ന ആയുസ് അത്രയും ഇനി അങ്ങാണ് എൻ്റെ ആയുസിൻ്റെ ഉറവിടമെന്നും ഉടയവനെന്നും, അങ്ങാണ് ഉടയവനെന്നും
ആണ് ഉടയവൻ എന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ഹിതകരമല്ലാത്ത ഒന്നും ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നും അങ്ങേക്ക് ഹിതകരമായ എല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്നും അതിൻ്റെ അടയാളമായിട്ട് ഇനി മുതൽ ഞങ്ങളോടുള്ള ആ മനുഷ്യൻ്റെ ബന്ധങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളും ആ കുറവുകളും പരിഹരിച്ചുകൊണ്ട് ആ അനുരഞ്ജനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, വാത്സല്യത്തിൻ്റെ, പൈതൃകമായ വാത്സല്യത്തിൻ്റെ അരുവിൽ ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴല്ലേ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈശോയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ഒപ്പം ആ സ്വർഗത്തിൻ്റെ കൂട്ടായ്മയിൽ വസിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതം എത്ര നാൾ നീളും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വ്യാസാഗ്രയിൽ ചൊല്ലുന്ന പ്രാർത്ഥനയല്ലേ, ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കുരിശൻ്റെ വഴിയിൽ 11-ാം സ്ഥലത്തും 12-ാം സ്ഥലത്തും നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഇനി എൻ്റെ ജീവിതം എത്ര നാൾ നീളും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തിൻ്റെ നീളം അത് കർത്താവ് അനുഗ്രഹിക്കുന്നത് മാത്രമാണ്, കർത്താവ് അനുവദിക്കുന്നത് മാത്രമാണ്. പക്ഷേ അനുവദിക്കുന്നിടത്തോളം കാലം എങ്ങനെ ഞാൻ അത് ജീവിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നതാണ്. അതാണ് സ്വന്തമായ എൻ്റെ തീരുമാനം. എൻ്റെ വിധി ഞാനാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ കർത്താവെ, എൻ്റെ വിധി ഞാൻ നിശ്ചയിക്കുന്നത് എന്നിലൂടെ നിൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് എന്ന് തിരിച്ചറിയുന്നു. നല്ല ഈശോയെ, എൻ്റെ ജീവിതം നിൻ്റെ ഒരു വാർത്തയാകുവാനായിട്ട്, എൻ്റെ ജീവിതം ഒരു സദ്വാർത്തയാകുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും അങ്ങ് ഞങ്ങൾ വീണ്ടെടുത്ത മാതിരി ഞങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൊച്ച് ത്യാഗ പ്രവൃത്തികളും പ്രാർത്ഥനാപൂർവമായ ജീവിതം വഴിയായിട്ട്, ജീവിതത്തിൽ പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയുടെ ജീവിതം വഴിയായിട്ട് ഇനി എപ്പോഴും നിൻ്റെ സാക്ഷികളാവാൻ, വല്ലപ്പോഴും നിൻ്റെ സാക്ഷികളായിട്ട് ദേവാലയത്തിലെ പ്രാർത്ഥനയിലെ മുറിയിലിരിക്കുന്നവരല്ല, എപ്പോഴും നിൻ്റെ സാക്ഷികളായിട്ട് പ്രാർത്ഥനയുടെ മനുഷ്യരാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കാൻ പോകുന്നത് വല്ലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ആശീർവാദം ഏറ്റുവാങ്ങിയിട്ട് എപ്പോഴും ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് എന്ന് മനുഷ്യർ പറയാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ, ആനന്ദത്തിൻ്റെ, കരുണയുടെ, അനുകമ്പയുടെ, അനുരഞ്ജനത്തിൻ്റെ, ക്ഷമിക്കലിൻ്റെ, മറക്കലിൻ്റെ, പൊറുക്കലിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ. ആ ഫലങ്ങളിലൂടെ ഈശോ അറിയപ്പെടട്ടെ. അങ്ങനെ ഈശോയെ ഇവിടെ ഏറ്റുപറയുന്ന നാം എല്ലാവരും ഈശോയാൽ അവിടെ ഏറ്റുപറയപ്പെട്ട് ഈശോയുടെ കൂടെ നിത്യാനന്ദം അനുഭവിക്കാനിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കാണുവാനായിട്ട് ഈ ശുശ്രൂഷ നമുക്ക് സഹായമാവട്ടെ. ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകണമപ്പം ഞാൻ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
നിർമ്മലരായി ജീവിച്ചിടുവാനായിട്ട് മനസ്സാക്ഷിയെ നിർമ്മലമാക്കി ഹൃദയത്തെ വെടിപ്പാക്കി നിർമ്മലരായി ജീവിച്ചിടുവാനായിട്ട് ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ ഞങ്ങൾ പെട്ടുപോയി ദൈവത്തിന്റെ ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മാറി ദൈവമേ അങ്ങയുടെ വിളിക്കനുസരിച്ച് നിർമ്മലമായ മനസ്സാക്ഷിയോടും ഹൃദയത്തിന്റെ ആ വിശുദ്ധിയോടും കൂടി അങ്ങേ എന്നും കണ്ട് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കാൻ തക്കവണ്ണമുള്ള നിത്യതയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. നിത്യതയെ നോക്കി പാർത്ത് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ